അപ്പോ ഇത് നാം ചിന്തിക്കാൻ പോകുന്ന ജെസബേൽ സ്പിരിറ്റിനെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഒന്നും തന്നെ പറയുന്നില്ല. ബൈബിളിൽ അങ്ങനെ ഒരു സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നതേയില്ല. ജെസബേൽ എന്ന് പറയുന്ന, ഇസബേൽ എന്ന് പറയുന്ന ഒരു ആത്മാവിനെ, ഒരു പൈശാചിക ശക്തിയെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ജെസബേൽ സ്പിരിറ്റിനെ കുറിച്ച് നാം അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട് എന്ന് നാം അനുമാനിക്കുന്നതും അങ്ങനെ ഒരു സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കേണ്ടത് സഭ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം എന്താണ്? ജെസബേൽ എന്ന് പറഞ്ഞ വ്യക്തിയിൽ കൂടെ വ്യാപരിച്ച, അവരിൽ ഉളവായ, അവരെ നിയന്ത്രിച്ചിരുന്ന ഒരു സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെയാണ് വാസ്തവത്തിൽ ജെസബേൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഇസബേലിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇസബേലിന്റെ ആത്മാവിനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരാത്മീയന്റെയും അനാത്മീയന്റെയും, ശ്രദ്ധിച്ച് കേൾക്കണം, ആത്മീയന്റെയും അനാത്മീയന്റെയും ജീവിതത്തിൽ ഒരുപോലെ എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ വസ്തുത. ദുരാത്മാവിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യത്തിന്റെ ആവശ്യകത ഇല്ലല്ലോ. ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നാൽ എന്തും ചെയ്യാൻ കഴിയും. എന്നാൽ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ഈ സ്പിരിറ്റ് വ്യാപരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ തുടങ്ങും. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാനായി പോകുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രിയിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണമെന്ന്? ആമേൻ, പ്രൈസ് ടു ജീസസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിടുതലിനും നാം ഇങ്ങനെ ഒരു ടോപ്പിക് പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അനേക കുടുംബങ്ങളുടെ വിടുതലുകൾക്ക് ഇത് കാരണമായി തീരും. അനേക കുടുംബത്തിന്റെ, അനേകരുടെ ശുശ്രൂഷ ജീവിതത്തിന് ഒരു വിടുതലിന് ഈ സന്ദേശം കാരണമായി തീരും. അവരെക്കുറിച്ചുള്ള കോളിംഗ് കൂടുതൽ റിവീൽഡ് ആയിട്ട് വരാൻ ഈ സബ്ജക്റ്റ് കാരണമായി തീരും. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ജെസബേൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പിശാചല്ല. ജെസബേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. വിശുദ്ധ ബൈബിളിൽ രണ്ട് ഭാഗങ്ങളിലാണ് ജെസബേൽ എന്ന് പറയുന്ന, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്പർ 1 ഓൾഡ് ടെസ്റ്റമെന്റ്, നമ്പർ 2 ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം തുടങ്ങി 21-ാമത്തെ അധ്യായം വരെയാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെ ഈ രണ്ടാമത്തെ ജെസബേലിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2 ജെസബേലും ഒന്നല്ല, 2 ജെസബേലും രണ്ടാണ്. 2 ഒരേ പേരാണെങ്കിലും 2 വ്യക്തികളാണ്. കാരണം ഒന്ന് പഴയ നിയമകാലത്തിൽ ജീവിച്ചിരുന്ന ജെസബേലും മറ്റൊന്ന് പുതിയ നിയമകാലത്തിൽ ജീവിച്ചിരുന്ന ജെസബേലും. ആ സ്ത്രീയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ അല്ലാതെ പുതുനിയമത്തിൽ വേറെ എവിടെയും നാം ഇസബേൽ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയെക്കുറിച്ച് കാണുന്നില്ല. അപ്പൊ ഒരിക്കലും ആഹാബിന്റെ ഭാര്യയാകുന്ന ഇസബേലാണ് വെളിപ്പാട് പുസ്തകത്തിൽ വന്നതെന്ന് ആരും കരുതരുത്. 2 വ്യക്തികളാണ്. ഈ 2 ഭാഗത്താണ് ജെസബേൽ എന്ന് പറയുന്ന സ്പിരിറ്റിനെ നാം വ്യക്തികളെ നാം കാണുന്നത്. ഇവർ ഇതിൽ പഴയ നിയമത്തിലേക്ക് ഞാൻ ആദ്യം പോവുകയാണ്. എന്താണ് ജെസബേൽ? എന്താണ് ജെസബേൽ? ജെസബേലിന്റെ ഉദ്ദേശം എന്താണ്? ജെസബേലിന്റെ സ്പിരിറ്റിന്റെ ഉദ്ദേശം എന്താണ്? ഈ ജെസബേലിന്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ജെസബേലിന്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കയറിക്കഴിഞ്ഞാൽ, ആ സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഈ ജെസബേലിന്റെ സ്പിരിറ്റ് പ്രോസ്പർ ആകുന്നത് എങ്ങനെയാണ്? ഇത്രയും കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള സമയം ഇന്നുള്ളൂ. അത് വളരെ വേഗത്തിൽ ഓടിച്ചു പോകാനേ കഴിയുള്ളൂ. ഇത് തികച്ചും വചനാടിസ്ഥാനമായിട്ട് മാത്രമേ ഈ ജെസബേലിന്റെ സ്പിരിറ്റിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ജെസബേൽ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശക്തി, ആ പൈശാചിക ശക്തി, ആ സ്ത്രീയിൽ നിന്നുളവായ അവരുടെ ഒരു സ്വഭാവമാണ് ആ പൈശാചിക ശക്തി എന്ന് നാം പറയുന്നത്.
ആ ശക്തിയെക്കുറിച്ച് നാം വിശദമായി പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിടുതൽ എന്ന് പറയുന്നത് കേവലം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ ബ്ലെസ്സിങ്സ്, നമ്മുടെ ഫെയ്ത്ത്, നമ്മുടെ ബുദ്ധിമണ്ഡലം, എല്ലാ മേഖലകളിലും ഈ ദുരാത്മാവിന് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് എടുക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിന്റെ 16-ാമത്തെ അധ്യായം. മുപ്പത്തൊന്നാമത്തെ വാക്യം നിങ്ങൾ 31 മുതൽ താഴേക്കുള്ള വാക്യം നിങ്ങൾ നോക്കുക. നെബാത്തിന്റെ മകനായ യൊരാബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ യെത്ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആഹാബ് ഒരശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ആഹാബ് എന്ന് പറയുന്ന ഒമ്രിയുടെ മകനായ ആഹാബ്, ഒമ്രി ദൈവസന്നിധി പാപം ചെയ്ത വ്യക്തിയാണ്. തന്റെ അപ്പനേക്കാൾ അധികം പാപം ചെയ്ത് മുതിരാൻ വേണ്ടി ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ശമരിയയിൽ നിന്ന് യെത്ബാലിന്റെ മകളായ സീദോന്യ രാജാവിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി വിവാഹം കഴിച്ചു. ദൈവഹിതമല്ലാത്ത ഈ ബന്ധം കഴിച്ചത് പോരാഞ്ഞിട്ട് ഈസബേലിന്റെ സകല ഉപദേശങ്ങൾക്കും അടിമപ്പെട്ടുപോയ ആഹാബ്, എനിക്ക് ഒത്തിരി ചരിത്രങ്ങൾ പറയാൻ സമയമില്ല. വളരെ കംപ്രസ് ചെയ്താണ് ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നത്. വളരെ കംപ്രസ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഡെലിവറൻസ് ആ വേർഡിലൂടെ ആയിരിക്കും ഇന്ന് രാത്രി സംഭവിക്കുക. അപ്പൊ നിങ്ങൾ അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കുക. ഇസബേലിന്റെ സകല ഉപദേശങ്ങൾക്കും ആഹാബ് എന്ന് പറയുന്ന രാജാവ് അടിമപ്പെട്ടിരുന്നു. ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ കഴിവില്ലാത്തവനാണെന്ന് നിങ്ങൾ കരുതരുത്. ആഹാബ് എന്ന് പറയുന്ന മനുഷ്യന് ബുദ്ധിയില്ലെന്ന് കരുതരുത്, ആരോഗ്യമില്ലെന്ന് കരുതരുത്. ആഹാബ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് അവിടുത്തെ ഭൂപ്രദേശം പിടിച്ചടക്കിയതിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആഹാബ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആയുധബലമുണ്ട്, സൈന്യബലമുണ്ട്, സമ്പത്തുണ്ട്, ബുദ്ധിയുണ്ട്, രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്, എല്ലാ വൈഭവങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് ആഹാബ്. മനസ്സിലാക്കുക. ഒന്നാമത്തേത് ശമൂവേൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശമൂവേൽ, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഹാബ്. അപ്പൊ പിന്നെ എത്രത്തോളം കരുത്തനാണ് നിങ്ങൾ ചിന്തിക്കുക. ഈ കരുത്തന്റെ സകല കരുത്തുകളും യൂസ് ചെയ്യുന്നത് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യം എന്ന് പറഞ്ഞാൽ, ഇസബേൽ എന്ന് പറയുന്ന ഒരു ആത്മാവിന് ജീവിക്കണമെങ്കിൽ ആഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം വേണം. ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിന് പ്രവർത്തിക്കണമെങ്കിൽ ആഹാബ് എന്ന് പറയുന്ന ഒരു തൂണ് വേണം. ആ തൂണിൽ പറ്റിപ്പിടിച്ച് മാത്രമേ ഇസബേലിന് പ്രവർത്തിക്കാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ അധികാരം വേണം. അപ്പൊ അധികാരം ഉള്ളതിനെയാണ് ഇസബേൽ ആദ്യം നോട്ടമിടുന്നത്. അധികാരം, അതോറിറ്റി ഉള്ളതിനെയാണ്
അതോറിറ്റി ഉള്ളതിനെ, വാഴ്ചയുള്ളതിനെ, വാഴാനുള്ളതിനെയാണ് ഇസബേൽ ആദ്യം നോട്ടമിടുന്നത്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ അതിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെ നാം പഠിക്കുന്ന സമയത്ത് ഇസബേലിന്റെ നോട്ടം മുഴുവനും പാമരന്മാരെ അല്ല, പിന്നെയോ പണ്ഡിതന്മാരെയാണ്. ഇസബേലിന്റെ നോട്ടം മുഴുവനും പ്രയോജനം ഇല്ലാത്തതിനെയല്ല, പ്രയോജനം ഉള്ളതിനെയാണ്. ഏറ്റവും കൂടുതൽ ഇസബേൽ നോട്ടമിട്ടിരുന്നത് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരെയാണ്. പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രാവചനിക ആത്മാവിൽ ദൈവം യൂസ് ചെയ്യുന്ന വ്യക്തികളെയാണ് ഇസബേൽ നോട്ടമിട്ടിരുന്നത്. നോട്ടമിട്ട് എന്തിനാണെന്നറിയാവോ? കൊന്നുകളയാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അതിനകത്തൊരു മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. ഇസബേലിന് ഇഷ്ടമുള്ള നിയമസംഹിതകൾ പ്രചരിപ്പിക്കാനും, ഇസബേലിന് ഇഷ്ടമുള്ള ദൈവങ്ങളെ വാഴ്ത്താനും, ഇസബേലിന് ഇഷ്ടമുള്ള ഡോക്ട്രിൻസ് പ്രചരിപ്പിക്കാനും, ഇസബേലിന് ഇഷ്ടമുള്ള പഠനങ്ങളെ പഠിപ്പിക്കാനും, ഇസബേലിന് ഇഷ്ടമുള്ള ദൈവങ്ങൾക്ക് വഴിപാടർപ്പിക്കാനും, ഇസബേലിന് ഇഷ്ടമുള്ള പ്രതിഷ്ഠകൾക്ക് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ചെയ്യാനും, അശേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കാനും, അതിനു വേണ്ടിയിട്ട് ആ ഡോക്ട്രിൻസ് പഠിപ്പിക്കാൻ, ആ ഡോക്ട്രിൻസിനെ വിശ്വസിക്കാൻ, ആ ഡോക്ട്രിൻസിന് വേണ്ടി നിൽക്കാനുള്ള ഒരു കൂട്ടം അതോറിറ്റി ഉള്ളവരെ, കൊള്ളാമെന്നുള്ളവരെ, പ്രയോജനമുള്ളവരെ ഇസബേലിന് വേണം. ഇസബേലിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക്, വിശുദ്ധ ബൈബിൾ എല്ലാ വചനവും വായിക്കാനുള്ള സമയമില്ല. ഈ 16-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇസബേലിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ഇസബേലിയൻ സ്പിരിറ്റ് ഇസബേലിന്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇസബേലിന്റെ മേശയിൽ നിന്നാണ് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നത്. ബാലിന്റെ പ്രവാചകന്മാർ, 450ഓളം ബാലിന്റെ പ്രവാചകന്മാരെ അവിടെ പോഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഇസബേലിന്റെ മേശയിൽ നിന്നായിരുന്നു. ഹല്ലേലൂയ. ഇസബേലിന്റെ ഡോക്ട്രിൻസ് പൊക്കിപ്പിടിക്കാൻ ഞാൻ തയ്യാറാണ്, ഇസബേലിന്റെ വിശ്വാസങ്ങൾക്ക് കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്, ഇസബേലിന്റെ ടീച്ചിങ്സിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസബേൽ അവരെ പോറ്റുന്ന നിലവാരത്തിലേക്ക് വളർന്നു. പക്ഷെ അവിടെയും ആഹാബ് സൈലന്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആഹാബിന്റെ മനോഭാവമുള്ള ഒരിടത്ത് മാത്രമേ ഇസബേലിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ആഹാബിന്റെ മനോഭാവം എന്താണെന്നറിയാമോ? ഭാര്യയെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ, ഭാര്യയിലെ സ്പിരിറ്റിനെ ശരിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ മുദ്രമോതിരമുണ്ട്, അധികാരമുണ്ട്, രാജസ്ഥാനമുണ്ട്, കോളിംഗ് ഉണ്ട്. പക്ഷെ എന്താ ഗുണം? അശേര പ്രതിഷ്ഠകളെ വണങ്ങാൻ ഭാര്യ പറഞ്ഞു, പുള്ളി വണങ്ങി. ബൈബിൾ 2 രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുന്ന സമയത്ത്, വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കുന്ന സമയത്ത് അവസാനം കിടക്കുന്നൊരു ഭാഗമാണ് ഇസബേൽ ആഹാബിനെ ഉത്സാഹിപ്പിച്ചു പോന്നു. എന്തിനാ? താൻ സേവിച്ചു കൊണ്ടിരുന്ന ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിക്കാൻ, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ, അശേര പ്രതിഷ്ഠകളുമായി വളരെ മലിനമായ നിലയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഒക്കെ തന്റെ ഭാര്യ ഉത്സാഹിപ്പിച്ചു പോന്നു. ഇസബേലിയ സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ, അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അതിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് ആ സ്പിരിറ്റിൽ നിന്ന് മോചിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഓർഡിനറി ലെവലിൽ പറയുകയാണ്, ഓർഡിനറി ലെവലിലാണ് പറയുന്നത്, ബുദ്ധിമുട്ടാണ് ഇസബേലിയ സ്പിരിറ്റ്. കാരണം പല ദൈവദാസന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ഭൂതങ്ങളെയും പുറത്താക്കാം, പക്ഷെ ഇസബേലിന്റെ ആത്മാവിനെ പുറത്താക്കാൻ ഭയങ്കര പാടാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ വിശുദ്ധ ബൈബിൾ പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ അത് പാടേ അല്ല. മനുഷ്യർ പറയുന്നു പാടാ, ദൈവത്തിനല്ലതാനും. മനുഷ്യരാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം. ഇസബേലിയ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ ഫെയ്ത്ത് ആയിട്ടാണ് കയറുന്നത്, വിശ്വാസമായിട്ടാണ് കയറുന്നത്. ഹല്ലേലൂയ. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസബേലിന്റെ ആത്മാവ്, ജസബേലിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്നത് വിശ്വാസമായിട്ടാണ് കയറുന്നത്. നിങ്ങൾ കരുതരുത് സ്ത്രീയിൽ മാത്രമാണ് ജസബേലിന്റെ ആത്മാവ് കയറുന്നതെന്ന്. നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചു പോകരുത് ഒരാത്മീയന്റെ ജീവിതത്തിലാണ് ജസബേലിന്റെ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നതെന്ന്. നിങ്ങൾ ഒരിക്കലും കരുതരുത് ഒരു
ദൈവ പൈതൽ അല്ലാത്തവന്റെ ജീവിതത്തിൽ ജെസബേൽ, അല്ലെങ്കിൽ ഒരു മറ്റ് സമുദായത്തിൽ നിൽക്കുന്ന, മറ്റ് വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിക്കത്തില്ലെന്ന് നിങ്ങൾ കരുതരുത്. ജെസബേൽ സ്പിരിറ്റിന് ക്രിസ്ത്യാനിയെന്നും ഇല്ല, മറ്റു മതമെന്നും ഇല്ല, ദൈവവിശ്വാസിയെന്നും ഇല്ല, യുക്തിവാദിയെന്നും ഇല്ല. ആരുടെയും ജീവിതത്തിൽ ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിക്കും, പ്രവേശിക്കും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ജെസബേൽ സ്പിരിറ്റ് പ്രവേശിക്കാൻ താല്പര്യം കാണിക്കുന്ന കൂട്ടമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ. ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ജെസബേലിന്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, അന്യാരാധന, അന്യ ദൈവങ്ങളിലുള്ള വിശ്വാസം. മറ്റുള്ളവർ 2 വള്ളത്തിൽ കാല് വെക്കുന്ന ഒരു സ്വഭാവം ചില വ്യക്തികൾക്കുണ്ട്. അവിടെയും പോവും, ഇവിടെയും പോവും. ആ ടീച്ചിങ്ങും കേൾക്കും, ഈ ടീച്ചിങ്ങും കേൾക്കും. അവിടെയും കൂടും, ഇവിടെയും കൂടും. അതാണ് ശരിയെന്ന് പറയും, ഇത് തെറ്റെന്ന് പറയും. അവിടെ അതാണ്, ഇവിടെ ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഈ പറഞ്ഞ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെ നിങ്ങൾ പഠിക്കുന്ന സമയം ഇതിനകത്ത് ജെസബേൽ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തതും ചെയ്യിച്ചതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇത് എടുത്തേക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു വാക്കെങ്കിലും വിശുദ്ധ ബൈബിളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഈ ജെസബേലിന്റെ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നത് അന്യാരാധന ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്യും. അന്യാരാധന, വിഗ്രഹാരാധന കൂടുതൽ എൻകറേജ് ചെയ്യും. വിഗ്രഹാരാധന, വിഗ്രഹങ്ങളിലുള്ള വിശ്വാസം, അതിനോടുള്ള വിധേയത്വം, അതിനെ കൂടുതൽ ശുശ്രൂഷിക്കാനുള്ള മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. 2, അന്യാരാധന പ്രോത്സാഹിപ്പിക്കും, വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ ആ ഡോക്ട്രിൻസ്, ആ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന വ്യക്തികൾ, ആ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന വ്യക്തികളെ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ജീവിതത്തിന്റെ സർവസ്വവുമായി കാണുക, അവർക്ക് സ്വന്തം മേശയിൽ നിന്ന് ആഹാരം കൊടുക്കുക, വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും ആ വ്യക്തിക്ക് കൊടുക്കുക, ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുക, ആ വ്യക്തിയുമായിട്ട് എപ്പോഴും ഫോണിൽ സംസാരിക്കുക, ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ഇടപഴകുക, രാത്രി ഉറക്കം കളഞ്ഞും ആ വ്യക്തിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, വീട്ടിലുള്ളവരെ അവോയ്ഡ് ചെയ്യുക. മീൻസ് അവർക്ക് ഇഷ്ടമുള്ള, ആ സ്പിരിറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ആ സ്പിരിറ്റ് ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് വല്ലാത്ത ഒരു ഇന്റിമസി ആയിരിക്കും ജെസബേലിന്റെ ആത്മാവിന്. കാരണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പം ബാലിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവനും അതിനെ നമസ്കരിക്കുന്നവനും അതിനെ സ്നേഹിക്കുന്നവനും ഒക്കെ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നായിരുന്നു റെമ്യൂണറേഷൻ പൊക്കോണ്ടിരുന്നത്. ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അവരെ ടേക്ക് കെയർ ചെയ്തത്. ഇസബേലിന്റെ മേശയിൽ നിന്നായിരുന്നു അവർക്കുള്ള ഫുഡ് പൊക്കോണ്ടിരുന്നത്. ഇസബേലിന്റെ ഭാഗത്തു നിന്നായിരുന്നു അവർക്കുള്ള കൂടുതലും റെമ്യൂണറേഷൻസ് പൊക്കോണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജെസബേൽ പറയുന്നത് എന്തും ചെയ്യാനുള്ള ആജ്ഞാനുവർത്തികളായി ഈ പ്രവാചകന്മാർ മാറി. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജെസബേലിന്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കയറി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തി, അവരുടെ ആവശ്യം നടത്തി കൊടുക്കാത്തൊരു വ്യക്തിയെ വകവരുത്തുന്ന ഒരു സ്വഭാവം, മർദ്ദിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുക തുടങ്ങിയ അത്രത്തോളം വയലൻസ് സൃഷ്ടിക്കുന്ന ഒരു സ്പിരിറ്റ് ആയിട്ട് ഈ ജെസബേലിന്റെ സ്പിരിറ്റ് പ്രവർത്തിക്കും. പ്രത്യക്ഷമായും പരോക്ഷമായി ഇത് പ്രവർത്തിക്കും. ഒന്നുകിൽ നേരിട്ട് ഇത് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. ഒന്നുകിൽ നേരിട്ട് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും. നേരിട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. നേരിട്ട് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും. എന്താണെങ്കിലും സ്വന്തം കാര്യം, സ്വന്തം സിദ്ധാന്തം നടപ്പാക്കി എടുക്കുക എന്നുള്ളത് അവരുടെ ഭയങ്കര ഒരു പകയ്ക്ക് സമമായിട്ടുള്ള അതവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ സംബന്ധിക്കുന്ന വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വെളിപ്പാട് പുസ്തകം
2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നിങ്ങൾ വന്നേ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് അടുത്തൊരു ജെസബേലിനെ കാണാം. തുയത്തൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പൊ നിങ്ങൾ കേൾക്കുക, ഇതൊരു സഭയാണ്. തുയത്തൈരയിലെ സഭയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട ദർശനത്തിനകത്ത് ദൈവം കാണിച്ചു കൊടുത്ത പല സഭകളിൽ ഒന്നാണ് തുയത്തൈര. തുയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതാൻ പറയുമ്പം അടുത്തത് ജെസബേൽ പ്രവേശിക്കുന്നത് സഭയ്ക്കകത്തേക്കാണ്. ഹല്ലേലൂയ. ഈ ജെസബേലിന്റെ സ്പിരിറ്റിന് അന്യഭാഷ ആരാധനയുള്ളിടത്ത് ഇരിക്കാൻ പറ്റും. ഈ ജെസബേലിന്റെ സ്പിരിറ്റിന് അന്യഭാഷയിൽ സംസാരിക്കാനും പറ്റും. ഈ ജെസബേലിന്റെ സ്പിരിറ്റിന് അന്യഭാഷ സംസാരിച്ചുകൊണ്ട് അന്യായ ഭാഷ സംസാരിക്കാനും പറ്റും. ജെസബേലിന്റെ സ്പിരിറ്റിന് എന്ത് പരിപാടിയും നടക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. തുയത്തൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയെന്നും അറിയുന്നു. എങ്കിലും, വാക്യം കേട്ടോ, എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ്, കേൾക്കുന്നോ നിങ്ങള്? ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും. ആരാള്? പ്രവാചകിയാണ്. പക്ഷെ പ്രവാചകിയുടെ ഉപദേശം എന്നാ? ദൈവവചന വിരുദ്ധമായ ഉപദേശങ്ങൾ. ദൈവവചനത്തിനകത്ത് പറയുന്നത് ദൈവവചനത്തിനകത്ത് ഇല്ല എന്ന് പറയുന്ന സ്വഭാവം. ഇതെല്ലാം ജെസബേലിന്റെ സ്പിരിറ്റ്. ക്രിട്ടിസിസം, അനാവശ്യമായ ക്രിട്ടിസിസം. അവരുടെ വിശ്വാസമാണ് വിശ്വാസം, അവരുടെ പഠിപ്പിക്കലാണ് പഠിപ്പിക്കൽ. ഈ പൊട്ടക്കിണറ്റിലെ തവളയ്ക്കൊരു സ്വഭാവമുണ്ട്. അത് ആ പൊട്ടക്കിണറാണ് ലോകമെന്ന് പറയുന്ന ഒരു സ്വഭാവം. ആ പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയെ പോലെ അവർ പഠിപ്പിക്കുന്നതിനകത്ത് ഈ കീ കൊടുക്കുന്ന പാവകളാണ്. ഒരു വ്യക്തി കീ കൊടുക്കും, ലെഫ്റ്റിലേക്ക് കീ അമർത്തിയാൽ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് കീ കൊടുത്താൽ റൈറ്റിലേക്ക് പോകും. അതിനപ്പുറം ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പൊ പണ്ടെങ്ങാണ്ടോ ഞാൻ കേട്ടതുപോലെ ദുബായ് എന്ന് പറയുന്നൊരു പട്ടണത്തെ കുറിച്ച് പറഞ്ഞു. ചിലർക്ക് കത്ത് ഞാൻ പറയും, ദുബായ് എന്ന് പറയുന്നൊരു പട്ടണത്തെ കുറിച്ച് പറഞ്ഞു. ദുബായ് എന്നൊരു പട്ടണത്തെ കുറിച്ച് ഞാൻ വിശ്വസിക്കില്ല. വേറൊരു കാര്യം പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ആ കാര്യം ഞാൻ വിശ്വസിക്കില്ല. അതെന്താ കാര്യം? ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അങ്ങനെ ഒരു സംഭവം നടന്നു വിശ്വസിക്കത്തില്ല. അപ്പൊ ദുബായ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് ദുബായ് എന്നൊരു പട്ടണം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കത്തില്ലേ എന്ന് ചോദിച്ചതുപോലെ ചില കാര്യങ്ങൾ ഉണ്ടെന്നറിഞ്ഞാലും അംഗീകരിക്കാൻ വലിയൊരു മടിയാ. ചില കാര്യങ്ങൾ വചനത്തിനകത്തെന്ന് പറഞ്ഞാലും അത് വചന വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. സഭയ്ക്കകത്തും വിശ്വാസികൾക്കിടയിലുമാണ് നടക്കുന്നതെന്ന് നാം ഓർക്കണം. ഇവിടെ പറയുന്നു, തുയത്തൈരയെ കുറിച്ച് എനിക്ക് വലിയ നല്ല മതിപ്പാണ്. ദൈവം പറയുന്നു, സാക്ഷാലാകുന്നവൻ പറയുന്നതാണ്. സഭയെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ്. അവരുടെ സഹിഷ്ണുത എനിക്ക് നല്ല മതിപ്പാണ്. അവരുടെ വിശ്വാസം ദൈവത്തിന് മതിപ്പാണ്. അവരുടെ ആരാധന ദൈവത്തിന് മതിപ്പാണ്. പക്ഷേ സഭയെക്കുറിച്ച് ദൈവത്തിനൊരു കുറ്റം പറയാനുണ്ട്. ഇവിടെ മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതിനെ നിങ്ങൾ പുറത്താക്കാൻ തയ്യാറാകണം. ഇന്ന് ആ സ്പിരിറ്റിനോട് നിങ്ങൾ ശാസിക്കാൻ തയ്യാറാകണം. നമ്മുടെ സഭയ്ക്കകത്ത് അങ്ങനെ ഒരു സ്പിരിറ്റ് ഇല്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കുക, സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതാണ് ജെസബേൽ സ്പിരിറ്റ്. എവിടെ ഒരു സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം. കൂട്ടത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. നിങ്ങളിൽ കൂട്ടുകുടുംബമായി താമസിക്കുന്നവരുണ്ടാകാം, 3-4 പേർ താമസിക്കുന്നവരുണ്ടാകാം, ജോയിന്റ് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാകാം, കുറച്ച് സഭയ്ക്ക് കുറച്ച് അംഗങ്ങൾ വെച്ച് ആരാധിക്കുന്ന സഭ നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കുക, ജെസബേലിന്റെ സ്പിരിറ്റ് എപ്പോഴും പ്രവർത്തിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കൂട്ടായിട്ട് നിൽക്കുന്ന ഇടത്താണ്. ഇനി ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ സഭ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വന്ന സംഗതിയാണ്. സഭയ്ക്കകത്ത് ജെസബേലിന്റെ സ്പിരിറ്റ് കയറുന്നു. മൈ ഗോഡ്, സഭയ്ക്കകത്ത് ജെസബേലിന്റെ സ്പിരിറ്റിനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്നറിയാമോ? ദൈവദാസനെ ഉൾപ്പെടെ പ്രവചിച്ച് തെറ്റിച്ചു കളയും. ഗ്ലോറി
ഗ്ലോറി ടു ജീസസ്. ദൈവദാസനെ ഉൾപ്പെടെ പ്രവചിച്ചു തെറ്റിച്ചു കളയും. ദൈവദാസനെ പോലും ചിന്തിപ്പിച്ചു കളയും. അയ്യോ, ദൈവം എന്നോട് പറഞ്ഞതാണോ ശരി, അതോ ഇത്രയും തുള്ളിച്ചാടി ആരാധിക്കുന്ന ഈ പുള്ളിക്കാരി ആത്മനിറവിൽ പറഞ്ഞതാണോ ശരി? പക്ഷേ ദൈവദാസന്റെ ഭാഗത്തു നിന്ന് ദൈവം നോക്കുമ്പോൾ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കൃപ, ഒരു ഗിഫ്റ്റ് അവനിൽ വർക്ക് ചെയ്യുന്നില്ല. ആ സ്പേസ് വേക്കന്റ് ആണെങ്കിൽ, ആ ഗിഫ്റ്റ് ഓഫ് ആണെങ്കിൽ ഇവൻ പെട്ടത് തന്നെ. ഹേ, ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പൗലോസിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. പൗലോസിന്റെ മുഖത്തേക്ക് പോകുമ്പോൾ ആത്മനിറവിൽ സഞ്ചരിക്കുന്ന മനുഷ്യനെ നോക്കി അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ അധ്യായത്തിൽ ഒരു കുഞ്ഞങ്ങോട്ട് ആത്മനിറവിൽ, ഒരു പെൺകുട്ടി നിറവിൽ അങ്ങോട്ട് പ്രവചിക്കുക. ശക്തമായ പ്രവചനം. ഉറപ്പായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പ്രവചനം കേൾക്കാൻ ആയിരക്കണക്കിന് ജനം അവിടെ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കും. പ്രവചനം പറയുന്നതുള്ളതാണോ ഇല്ലയോ എന്നൊന്നും അറിയണമെന്നില്ല, പക്ഷെ പ്രവചനം അത് ഇമ്പോർട്ടന്റാ. ശ്രദ്ധിക്കും. പക്ഷെ പൗലോസ് 1-ാം ദിവസം പോയി, 2-ാം ദിവസം പോയി, 3-ാമത്തെ പ്രാവശ്യമായപ്പം പുള്ളിക്കാരൻ തിരിഞ്ഞു നിന്ന് ആ സ്പിരിറ്റിനെ ശാസിച്ചു. How he identified that the spirit. അവൾ ഭൂതത്തിന്റെ ആത്മാവിൽ പ്രവചിക്കുന്നതാണെന്ന് പൗലോസിന് വ്യക്തമായി മനസ്സിലായി. കണ്ടോ, ഒരു സഭയിലല്ല അത് നടക്കുന്നത്, ഒരു വഴിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആർക്ക് നേരെയാണ് ഈ ജസബേൽ സ്പിരിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ആത്മീയനെ മാത്രം നോക്കിയാണ് ഈ ദുരാത്മാവ് പ്രവചിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജസബേൽ സ്പിരിറ്റ് അല്ല ഈ ദുരാത്മാവ് പ്രവചിച്ചുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. ആ വഴിയിൽ കൂടെ പല വിശ്വാസത്തിലുള്ളവർ നടന്നുപോയി. പക്ഷെ പലരും ഇവൾക്ക് കാണിക്ക കൊടുത്ത് പ്രവചനം കേട്ട് കാണും. പലരും ഇവളെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ച് കാണും. സ്പിരിറ്റ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ടോ? ഈ സ്പിരിറ്റ് കൈ തലയിലോട്ട് വെക്കുമ്പോൾ സ്പിരിറ്റ് അങ്ങോട്ട് പകരുന്നുണ്ടോ? ഈ സ്പിരിറ്റിന്റെ ക്യാരക്ടറിസം ഇവളുടെ മേൽ വന്ന് തലവെക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? ഈ സ്പിരിറ്റ് പറയുന്നതല്ല ഇവരിലോട്ട് കയറുന്നുണ്ടോ? ഈ സ്പിരിറ്റിനെ വിശ്വസിക്കുമ്പോൾ ഈ സ്പിരിറ്റിന്റെ അവകാശം ആ കുടുംബത്തിൽ കിട്ടുന്നുണ്ടോ? കണ്ടോ സ്പിരിറ്റ് എങ്ങനെയൊക്കെ ജീവിതത്തിൽ കയറുന്നു എന്ന് കണ്ടോ? വിശുദ്ധിയില്ലാത്ത, വേർപാടില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, വചനവായനയില്ലാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു സ്പിരിറ്റിൽ പ്രവചിക്കുന്ന ഒരു വ്യക്തിക്ക് കീഴെ ചെന്ന് നിന്നുകൊടുത്താൽ അവനെ ചുറ്റിപ്പറ്റുന്ന സകല വ്യാപാരങ്ങളും അവനുമായി അസോസിയേറ്റ് ചെയ്യുന്നവന്റെ മേലും വ്യാപരിക്കും. ഹല്ലേലൂയ. പൗലോസ് ഇത് തിരിച്ചറിഞ്ഞു. ആ ഭൂതത്തെ ശാസിച്ചു. പ്രവാചകിയാണവരും, ലക്ഷണവിദ്യ പറയുന്നവരാണവരും. ഇതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ തുയത്തൈരപ്പെട്ട സഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾക്ക് നല്ല സ്വഭാവമുണ്ട്, ആരാധനയുണ്ട്, വർഷിപ്പുണ്ട്, ഇന്റർസെഷൻ പ്രയർ ഉണ്ട്, നിങ്ങൾക്ക് സഹിഷ്ണുതയുണ്ട്, ആത്മാക്കളെ നേടുന്നതിനുള്ള വിചാരോട് എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും എനിക്കൊരു പരാതിയുണ്ട്. എന്താണത്? ഞാൻ പ്രവാചകി. സ്വയം അഹങ്കരിക്കും, സ്വയം സ്ഥാനം എടുക്കും. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകമായ ഒരു സ്വഭാവമാണ്. ഞാനാ ചെയ്തത്, ഞാനാ കാര്യം ചെയ്തത്, ഞാനാ കൊടുത്തത്, ഞാനാ നടത്തിയത്, ഞാൻ ഉള്ളോണ്ടാ നടക്കുന്നേ, ഞാനാ അങ്ങനെ ചെയ്തേ, ഞാനാ ഇങ്ങനെ ചെയ്തേ, ഞങ്ങൾ അതിന് ഇടിവിൽ നിന്നോണ്ടാ കാര്യം നടന്നേ. ജസബേലിന്റെ സ്പിരിറ്റാണ്. ഞാൻ എന്നുള്ളൊരു ഭാവം ജസബേലിന്റെയും കൂടെ ഒരു സ്പിരിറ്റാണ്. ഞാൻ വിചാരിച്ചോണ്ട് ആ കാര്യം നടന്നേ, ഞാൻ വിചാരിച്ചോണ്ടാ ഇയാൾ അവിടെ എത്തിയേ, ഞങ്ങൾ ആ സമയം ഉള്ളോണ്ടാ അത്രയും സമയം പിടിച്ചു നിന്നത്. ഈ സ്വയം പ്രശംസ എടുക്കുക എന്നുള്ളത് ജസബേലിന്റെ ഒരു ക്യാരക്ടറിസ് ആണ്. അപ്പോ താൻ പ്രവാചകി എന്ന് പറഞ്ഞോണ്ട് ആരും ഓർഡൈൻ ചെയ്യണ്ട. ഇവരെ ആരും ഓർഡൈൻ ചെയ്യണ്ട. അന്യഭാഷ കിട്ടിയോ പ്രവാചകിയ, കയ്യടി കൂടിയോ പ്രവാചകിയ, പ്രാർത്ഥിക്കുന്നുണ്ടോ പിന്നെ പ്രവാചകനാ, എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുന്നുണ്ടോ പിന്നെ പ്രവാചകനാ, പിന്നെ കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ കൂടുതൽ, പിന്നെ ഭയങ്കര ഡിമാൻഡാ. ഗ്ലോറി ടു ഗോഡ്. താൻ പ്രവാചകി എന്ന് പറഞ്ഞോണ്ട് ഇത് ആരാ ഇത് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് അറിയാവോ? യോഹന്നാനല്ല, യേശുവാ. വചനം പറയുന്നു, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ, ദൈവപുത്രൻ. ഇനിയിപ്പോ എന്തോ അറിയേണ്ടത്? ദൈവപുത്രൻ സാക്ഷ്യപ്പെടുത്തുന്നു, എടാ ഞാൻ ഓർഡൈൻ ചെയ്തിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ അറിയാത്തവൾ, ഞാനുമായി ബന്ധമില്ലാത്തവൾ, പക്ഷെ അവളുടെ പേര് പ്രൊഫറ്റ് എന്നാണ്, പ്രവാചകി എന്നാണ്. എല്ലാ പ്രവചനവും പ്രവചനമല്ല. വചനമാ പറയുന്നത്. താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള, പ്രവാചക ശുശ്രൂഷ എന്നല്ല, ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ചില
സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കുന്നല്ല, ഉണ്ടാകണം. പൗലോസ് പറയുന്നു, ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. അയ്യോ കുഞ്ഞെ, സ്ക്രീനിൽ വരുമ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനും രണ്ട് സ്വഭാവമാകരുത്. സ്ക്രീനിൽ വരുമ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീനും ഒരേ സ്വഭാവമായിരിക്കണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? സ്ക്രീനിൽ വരുമ്പോഴും ഫോണിൽ വിളിക്കുമ്പോഴും ഫോൺ വെച്ച് കഴിയുമ്പോഴും രണ്ട് ക്യാരക്ടർ ആകരുത്. ഫോണിൽ വിളിക്കും, അയ്യോ അമ്മാമ എന്നാ ഉണ്ട് വിശേഷം, എന്താ ഉണ്ട് അച്ചാച്ചാ വിശേഷം എന്ന് പറഞ്ഞിട്ട് ഓ ശല്യം, വിളിച്ചാ വെക്കുകയല്ല. പ്രവാചകിയാണെങ്കിലും പ്രവാചകനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും ടീം ലീഡർ ആണെങ്കിലും എന്തോ ആണെങ്കിലും അവിടെ ആ സാധനം എടുക്കുകയല്ല, അവിടെ ആ മിനിസ്ട്രി അക്സെപ്റ്റ് ചെയ്യുകയല്ല. കാരണം യേശു പറയുന്നു, സഭയിലെ മെമ്പറാണ്, വിശ്വാസിയാണ്, ദൈവവേലയ്ക്ക് നിൽക്കുന്നു എന്ന മുഖം മൂടിയിട്ടൊരു വ്യക്തിയാണ്. വചനം പറയുന്നു, താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേബലിൽ നിന്നുകൊണ്ട്. അപ്പൊ വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. വിശ്വാസികളുടെ ഇടയിൽ കൂടുതലും പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. കാരണം താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദുർനടപ്പാചരിപ്പാനും എന്ത് കൊള്ളരുതായ്മ കണ്ടാലും കർത്താവ് നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഒരുക്കുന്നു എന്ന് പ്രവചിക്കാൻ കഴിയും. പുള്ളി എത്ര കൊള്ളരുതാത്തവനാന്ന് കണ്ടാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വമ്പൻ ദൂതുകൾ വായിൽ വരുന്നേ. അപ്പൊ താൻ ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും, ഓ അതൊന്നും കുഴപ്പമില്ല, കർത്താവ് ക്ഷമിക്കുമെന്നേ. നിങ്ങിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വ്യാകുലപ്പെടണേ, കർത്താവ് ക്ഷമിക്കുമെന്നേ. കർത്താവ് ക്ഷമിക്കുന്ന കാര്യമുണ്ട്, ക്ഷമിക്കാത്ത കാര്യം. ഒരു ശുശ്രൂഷകന്റെ സ്വഭാവം എന്താണെന്നറിയാവോ? ഒരു ശുശ്രൂഷകന്റെ സ്വഭാവം, ഒരു ഇടയന്റെ സ്വഭാവം എന്നാന്നറിയാവോ? തടവി സംസാരിക്കത്തില്ല, തെറ്റ് തെറ്റെന്ന് പറയും. കാരണം ഒരപ്പന്റെ പൊസിഷനിൽ നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഒരു ശുശ്രൂഷകൻ. അതിനേക്കാൾ നല്ലൊരു വാക്കുണ്ട്, വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്ന, ലേഖനങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിർത്തിയിരിക്കുന്ന. അപ്പൊ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശുശ്രൂഷകൻ. ആ ഇപ്പൊ മനസ്സിലായില്ലേ ജെസബേൽ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെയാണ്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരെയാണ് ജെസബേൽ സ്പിരിറ്റ് പെട്ടെന്ന് അറ്റാക്ക്, സ്വാധീനിക്കുക. ഏറ്റവും നല്ല വാക്ക് വശീകരിക്കുക എന്നുള്ളതാണ്. വശീകരിക്കുക. ഈ വശീകരണത്തിന് ഈ വശ്യത്തിന് കീഴ്പ്പെട്ട, അപ്പൊ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തി ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണും. ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തി ദൈവം സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ദൈവത്തിന്റെ തെറ്റ് ഇദ്ദേഹത്തിന്റെയും തെറ്റ്, ദൈവത്തിന്റെ ശരി ഇദ്ദേഹത്തിന്റെയും ശരി, ദൈവത്തിന്റെ സ്നേഹം ഇദ്ദേഹത്തിന്റെയും സ്നേഹം, ദൈവത്തിന്റെ ദൂത് ഇദ്ദേഹത്തിന്റെയും ദൂത്. സ്വന്തമായി കൈന്നിട്ട് പറയാത്തവനാകണം ശുശ്രൂഷകൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇവിടെ ഞാൻ സെന്റൻസുകളായിട്ട് എഴുതി വെച്ചിട്ടില്ല. കാരണം ജെസബേൽ സ്പിരിറ്റിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വേദ പണ്ഡിതന്മാർ പഠനം നടത്തിയതിൽ നിന്ന് എടുത്ത് സംസാരിക്കുകയും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റെവലേഷനിൽ നിന്നാണ് കേട്ടോ, ദൈവം തരുന്ന ബോധ്യത്തിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്യങ്ങളും ചില കാര്യങ്ങളും ഒക്കെ അവരുടെ പഠനങ്ങളിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അത് പഠിക്കണമെന്ന് എനിക്ക് തോന്നി, അത് പഠിക്കണം, ജെസബേൽ സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, കർത്താവേ, നമ്മൾ എത്രത്തോളം പേർ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പോ ഈ പ്രവാചക ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടായി. ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി അവരിലുണ്ടാകും. ആ ക്വാളിറ്റിക്ക് വിപരീതമായിട്ടാണ് ഈ സ്ത്രീ ഇവിടെ സംസാരിക്കുന്നത്. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ വാക്ക് മലയാളത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ദുർനടപ്പ് ആചരിപ്പാൻ എന്നാ പറയുന്നത്. ഇനി കേട്ടോ എന്നതാന്നുള്ളത്. ഇസബേലിന്റെ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, വിഗ്രഹാർപ്പിതം തിന്നാൻ പഠിപ്പിക്കും, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പഠിപ്പിക്കും, അന്യ ഡോക്ട്രിൻസ് ആണ് ശരിയെന്ന് പറയും, ദൈവവചനം തെറ്റാന്ന് പറയും, കർത്താവ് വന്നു എന്ന് പറയും, നിത്യത ഇല്ലെന്ന് പറയും.
ന്യായവിധി ഇല്ലെന്ന് പറയും, അഭിഷേകം ഇല്ല, അന്യഭാഷ ഇല്ലെന്ന് പറയും. ഇതൊക്കെ മനസ്സിന്റെ ഒരു താളം തെറ്റലാന്ന് പഠിപ്പിക്കും. ഇനി കർത്താവിന്റെ രണ്ടാം വരവ് ഇല്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അന്യ ഡോക്ട്രിൻസ്, അതർ ഡോക്ട്രിൻസ്, they are entertain the others teachings. മറ്റുള്ളവരുടെ പഠിപ്പിക്കലുകളെയും സിദ്ധാന്തങ്ങളെയും എടുത്തുകൊണ്ട് വന്ന് ദാ തെളിവ് എന്ന് പറഞ്ഞ് കർത്താവിന്റെ വരവില്ലെന്ന് വരെയും പറഞ്ഞ് ദൈവദാസന്മാരെ തെറ്റിച്ച് കളയുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കേൾക്കുക, ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നത് ഈ ജെസബേൽ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കയറി കഴിഞ്ഞാൽ അവർ കേവല വിഗ്രഹത്തിനാണോ അടിമപ്പെട്ടേക്കുന്നത്, കേവല മറ്റ് ഡോക്ട്രിൻസിന് മാത്രം കീഴ്പ്പെട്ട് ഭുജികളായിട്ട് ജീവിക്കുകയാണോ, ആ സിദ്ധാന്തം ശരിയാന്ന് പറഞ്ഞ് തട്ടിപ്പാടി ആ ദൈവത്തെ പ്രോത്സാഹിപ്പിച്ചും ദൈവത്തിന് വിശുദ്ധിയോടെ ജീവിക്കുകയാണോ ചെയ്യുന്നത്, ആ ദൈവത്തിന് കീഴ്പ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുകയാണോ ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. 20-ാമത്തെ വാക്യം നോക്കിക്കേ. But I have this against you, that you tolerate the woman Jezebel, who calls herself a prophetess and is teaching and seducing my servants to practice sexual immorality and to eat food sacrificed to idols. സെക്ഷൽ ഇമ്മോറാലിറ്റിക്ക് പ്രേരിപ്പിക്കുന്ന ഇതൊക്കെ മനുഷ്യ സഹജമാണ് ബ്രദറെ. എനിക്ക് കഴിഞ്ഞ ഒന്ന് രണ്ട് എനിക്കത് പറയാൻ വലിയ ബുദ്ധിമുട്ട്. എനിക്ക് സ്വകാര്യതകളെ മാനിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. സ്വകാര്യതകൾ മാനിക്കുന്ന വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നും ഹനിക്കാത്തൊരു ശീലം എനിക്കുണ്ട്. കാരണം അവരെന്നെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പേരോ കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ദൈവമക്കൾക്കിടയിൽ തന്നെ നടക്കുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോ ആരാധന കൂടാൻ വരുമ്പോ അവർ അവിടെ ചെയ്യുന്ന ചില പ്രവണതകൾ, ഇരയാക്കുന്ന ചില അവസ്ഥകളൊക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ എന്നെ വിളിച്ചു പറഞ്ഞ് വല്ലാതെ കരയുന്ന ഒരവസ്ഥ വരെ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചൊരു കുട്ടി, ഒരു സഹോദരി പ്രാർത്ഥിക്കാനാണ്, ആരാധിക്കാൻ പോയതാ. പക്ഷേ വേഗം ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അറ്റാക്കാണത്. പെട്ടെന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ കുട്ടി ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. എല്ലാ ദൈവദാസന്മാരും ഇങ്ങനെയാണോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. പക്ഷെ നിങ്ങളുടെ സന്ദേശം കേട്ടപ്പോ എനിക്ക് വ്യത്യസ്തമായി തോന്നി. എന്തോ വിളിക്കണം, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാനിപ്പോ ആ ഡിപ്രഷനിലാണ്. ഞാൻ അതിനുവേണ്ടി മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. 35,000 ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. അത്രയും ആഘാതത്തിൽ തള്ളിയിട്ടപ്പോ ഞാൻ വീണ ആ ഒരു ആഘാതത്തിൽ 35,000 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു വിളിച്ചു. നോക്ക്, ജെസബേലിന്റെ സ്പിരിറ്റ് ആണ് ഒരു വ്യക്തിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി അവർക്കൊരു പ്രശ്നമല്ല. ഇത് മനുഷ്യന് ജീവനുള്ളത് കൊണ്ട് ശരീരം കാണിക്കുന്ന ഒരു പ്രവണതയാണെന്നേ അവർ കരുതുകയുള്ളൂ. ഇങ്ങനെയൊന്നും തോന്നരുതെങ്കിൽ ഞാൻ മരിക്കണം എന്ന് ചിന്തിക്കും. സ്വാഭാവികം, ബുദ്ധി കൊണ്ട് ചിന്തിക്കും. ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു കഴിവല്ലേ സെക്സ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് എന്താ തെറ്റ്? കണ്ടില്ലേ, ഡോക്ടറിൻസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിനകത്ത്, ബുദ്ധിക്കകത്ത് ചിന്തിപ്പിക്കും. ഹല്ലേലൂയ. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഇന്നലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചില്ലേ? ഹല്ലേലൂയ. നോക്കൂ, ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞിട്ട് But I have this against you, that you tolerate that woman Jezebel, who calls herself a prophetess and is teaching and seducing my servants to practice sexual immorality and to eat food sacrificed to idols. വിഗ്രഹാർപ്പിതം തിന്നാനും സെക്ഷൽ ഇമ്മോറാലിറ്റിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി നീ നിന്റെ സഭയിൽ ജെസബേലിന്റെ സ്പിരിറ്റിനെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം എനിക്ക് തുയത്തൈര പട്ടണത്തെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഇതിനകത്തുനിന്നൊരു ദൂത് പിടിക്കുകയാണ്. സഭയ്ക്കകത്ത് ദൈവവേല ചെയ്യുന്നവരിൽ, സഭയ്ക്കകത്ത് ദൈവവിശ്വാസത്തോടെ നിൽക്കുന്നവരിൽ, അവരെ വിശുദ്ധിക്ക് എതിരായി പ്രവർത്തിപ്പിക്കുന്ന, അവരുടെ ആത്മാവിന്റെ ചിന്തയ്ക്ക് വിരോധമായി ചിന്തിപ്പിക്കുന്ന, ദൈവവചനത്തിന് വിരോധമായി അവരെ വിശ്വസിപ്പിക്കുന്ന
പല ചിന്തകളും ഇതിനകത്ത് വ്യാപരിക്കുന്നെങ്കിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത ടൈം സോണുകളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ ഈ ബുദ്ധിമുട്ടിനകത്തിരിക്കുന്ന, ഈ ജെസബേൽ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന, സെക്ഷൽ ഇമ്മോറാലിറ്റിക്കകത്ത് പെട്ടിരിക്കുന്ന, എത്ര തന്നെ വിശുദ്ധിയോടെ ജീവിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചിട്ടും, വിശുദ്ധിയോടെ ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാത്ത തരത്തിൽ സെക്ഷൽ ഇമ്മോറാലിറ്റിക്കകത്ത് തളയ്ക്കപ്പെട്ട ആരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നെങ്കിൽ, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കാര്യം, നിന്നെ വിടുവിക്കുന്ന ഒരു കാര്യം, നിന്നെ പുറത്തെടുക്കുന്ന ഒരു കാര്യം, നിന്നെ സ്വതന്ത്രമാക്കുന്ന ഒരു കാര്യം ഇന്ന് രാത്രി നിന്റെ മേൽ തൊടുകയാണ്. Come on, receive your deliverance. Receive your deliverance. Receive your deliverance right now. സഭയോടാണ് ഈ ദൂത്. തുയത്തൈര പട്ടണത്തോടാണ്, തുയത്തൈരയിലെ സഭയോടാണ് ഈ ദൂത്. 1000 വർഷങ്ങൾക്ക് മുൻപേ മരിച്ച ഇസബേലിന്റെ ആത്മാവ് പുതുനിയമത്തിൽ 1000 വർഷങ്ങൾക്ക് ശേഷം ഇസബേൽ എന്ന അതേ പേരുള്ള വ്യക്തിയിലൂടെ പുതുജീവിതം ഏറ്റെടുക്കുകയാണ്. 2 കാലഘട്ടത്തിൽ ജനിച്ച് 2 കാലഘട്ടങ്ങളിൽ മരിച്ച വ്യക്തികൾ. ഹല്ലേലൂയ. ഈ വ്യക്തി, ഈ ഇസബേൽ ജനിക്കുന്നതിന് മുന്നേ അവിടെ മരിച്ച ഇസബേൽ, ആ സ്ത്രീയുടെ ആത്മാവ് ഈ സ്ത്രീ ഈ സഭയിലേക്ക് വന്ന് അവളിലേക്ക് പ്രവേശിച്ച് സഭയ്ക്കകത്ത് കൊഴുത്തു വളരുന്ന അവസ്ഥകൾ. പേര് പ്രവാചക, ദൈവദാസന്മാരെയും വീഴ്ത്തുന്നു, ദൈവദാസിമാരെയും വീഴ്ത്തുന്നു, സെക്ഷൽ ഇമ്മോറാലിറ്റിയും ടീച്ച് ചെയ്യുന്നു, ഒന്നും കുഴപ്പമില്ലെന്ന് പറയുന്നു, വിഗ്രഹാർപ്പിതം തിന്നാന്ന് പറയുന്നു, ദൈവവചനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുമില്ല, തെറ്റായ പ്രവചനങ്ങൾ പറയുന്നു. ഭൂതാത്മാവിൽ പ്രവചിക്കുന്ന സ്ത്രീ സഭയ്ക്കകത്ത് തുടരാൻ പാടില്ല. അവയെ നീ കണ്ടുകെട്ടിയില്ല എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറവാനുണ്ട്. സഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ കണ്ടുകെട്ടിയില്ല എന്നൊരു കുറ്റം തുയത്തൈര സഭയെക്കുറിച്ച് എനിക്ക് പറവാനുണ്ടെന്ന് യോഹന്നാനിലൂടെ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, സഭയ്ക്കകത്ത് തുടരാൻ പാടില്ലാത്തൊരു സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. സഭ സ്പ്ലിറ്റ് ചെയ്ത് കളയും, അസൂയ വർക്കൗട്ട് ചെയ്ത് കളയും. ജെസബേൽ സ്പിരിറ്റ് സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഈഗോ ക്ലാഷ് ഉണ്ടാക്കിക്കളയും. ഇസബേൽ സ്പിരിറ്റ് സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവം ഉണ്ടാക്കിക്കളയും. ഞാൻ ലീഡ് ചെയ്യും, ഞാൻ നോക്കും, ഞാൻ ചെയ്യും. ഒരു വല്ലാത്തൊരു ഞാൻ ഭാവം. ഹേയ്, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ് ഒരു ശുശ്രൂഷകന്റെ മേൽ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവാണ് ഒരു ശുശ്രൂഷകന്റെ മേൽ വ്യാപരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവൻ കുനിഞ്ഞിരുന്ന് സാധാരണക്കാരന്റെ പാദം കഴുകാൻ തയ്യാറാകും. എന്നെക്കാൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ചെന്ന് മറ്റൊരു സുഹൃത്തിന്റെ, മറ്റൊരു സഹോദരന്റെ കാല് കഴുകട്ടെ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. യേശു ചെയ്ത മാതൃക, അവൻ ഭക്ഷിക്കാനിരുന്നിടത്ത് എഴുന്നേറ്റ് അരയിൽ തുവർത്ത് ചുറ്റി തന്റെ കൂട്ടുദാസന്മാരുടെ പാദം കഴുകുന്ന ഒരു ശുശ്രൂഷ യേശുവിന്റെ നാമത്തിൽ. സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, ഇന്നും ചില സഭകളിൽ പാദം കഴുകൽ ശുശ്രൂഷകൾ വരെ ചെയ്യുന്നു. വളരെ നല്ല കാര്യം, യേശു ചെയ്ത മാതൃക, തെറ്റൊന്നും പറയാനില്ല, ചെയ്യണമെന്ന് നിർബന്ധവും പറയുന്നില്ല. എനിക്ക് ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പുമില്ല, ചെയ്യാത്തതിൽ എനിക്ക് പരാതിയില്ല. അങ്ങനെ ചെയ്യുന്ന സഭകളുണ്ട്, അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കാണിച്ച മാതൃക. ശേഷം അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. ആമേൻ, പ്രൈസ് ടു ജീസസ്. പാദം കഴുകൽ ശുശ്രൂഷ ഇന്നും ചെയ്യുന്നുണ്ട്. അത് താഴ്മയെ കാണിക്കുന്നതാണ്, വിനയത്തെ കാണിക്കുന്നതാണ്. There is a real prophet. അതാണ് റിയൽ പ്രൊഫറ്റ്. യേശുവിന് വേണമെങ്കിൽ ഞാൻ ഭാവം കാണിക്കും, ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, എന്നെ കൊണ്ട് നടക്കാത്ത ഒരു പരിപാടിയില്ല. യേശുവിന് കാലുമേ കാലിട്ടിരുന്നാൽ മതി. അജ്ഞാനുവർത്തികളായി ഇഷ്ടം പോലുണ്ട് ആൾക്കാർ. പക്ഷേ അവൻ എഴുന്നേറ്റ് അരയിൽ തുവർത്ത് ചുറ്റി നിലത്ത് മുട്ടുകുത്തിയിരുന്ന് ശിഷ്യന്മാരുടെ പാദം കഴുകിയപ്പോൾ, എന്റെ പാദം നീ കഴുകുന്നത് എന്തിന് എന്നുവരെ ആശ്ചര്യപ്പെട്ട ശിഷ്യന്മാരാണ് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നിന്റെ താഴ്മ കണ്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടട്ടെ, നിന്റെ ശുശ്രൂഷ കണ്ട് ആശ്ചര്യപ്പെടണ്ട. നിന്നിലുള്ള ദൈവത്തിന്റെ ഭാവം കണ്ട് മറ്റുള്ളവർ യേശുവിനെ അനുഗമിക്കട്ടെ. നീ പ്ലാറ്റ്ഫോമിൽ തിളങ്ങുന്നത് കണ്ട് ആരും അനുഗമിക്കണ്ട. നിന്റെ സ്വഭാവം കണ്ട് യേശുവിനെ മറ്റുള്ളവർ അംഗീകരിക്കട്ടെ. നിന്റെ പ്രസംഗം കണ്ട് ആരും ആകർഷിക്കപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവാണ് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലായിരിക്കും മിനിസ്ട്രി. താഴ്മയുണ്ടാകും. അവൻ പ്രവാചകനായിരിക്കും, പക്ഷെ താഴ്മയായിരിക്കും, ഭയങ്കര താഴ്മയായിരിക്കും. ഹല്ലേലൂയ. ഭയങ്കര വിനയമായിരിക്കും, സ്നേഹമായിരിക്കും, പൊളൈറ്റ് ആയിരിക്കും. യേശുവിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്ന പോലെ ആയിരുന്നില്ല. കടുകട്ടിയോടെ ഇങ്ങനെ ഒച്ചത്തിലും ഷൗട്ട് ചെയ്തുള്ള പ്രസംഗമൊന്നുമല്ല. ഇന്ന് നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു ശൈലി ആയിപ്പോയി. യേശുവിന്റെ വായിൽ നിന്ന് വന്നത് വളരെ പൊളൈറ്റും വളരെ ലാവണ്യ വാക്കുകൾ എന്നാണ് പറയുന്നത്. വളരെ കാമായി. പൗലോസും അങ്ങനെയായിരുന്നു.
വളരെ കാമായിട്ടായിരുന്നു പ്രസംഗം എന്നാണ് പറയുന്നത്, ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. ഗ്ലോറി ടു ജീസസ്. ഞാനിത് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ ആ വ്യത്യാസം ഞാൻ പറഞ്ഞതാ. പക്ഷേ നമുക്ക് യേശുവിന്റെ സ്വഭാവം ഒപ്പിയെടുക്കാൻ കഴിയണം. അതാണ് ശരിക്കും ശുശ്രൂഷ. ഇവിടെ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും the prophetess and is teaching and seducing my servants to practice sexual immorality. കണ്ടോ, to practice sexual immorality. ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അർജം ഉണ്ടാകും ഉള്ളിൽ നിന്ന്. ഭയങ്കര കൊതി, ഒരു ദാഹം, ഒരു ടെംപ്റ്റേഷൻ. ഓർത്തോണം, ജെസബേൽ സ്പിരിറ്റാ. ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളൊന്ന് ചെയ്താ കൊള്ളായിരുന്നു, ഒന്ന് ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു, ഒന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു, ഒന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. കണ്ടോ, പ്രാക്ടീസ് ചെയ്യിച്ചെടുക്കും. അതാ വചനം പോലെ സെഡ്യൂസിങ് മൈ സെർവൻസ്. ആരെയാ? സെർവൻസ്. ടു പ്രാക്ടീസ്. ഇന്ന് വരെ ചെയ്തിട്ടില്ലാതെ പരിശ്രമിപ്പിക്കുകയാണ്, പ്രവർത്തിപ്പിക്കുകയാണ്, പഠിപ്പിച്ചെടുക്കുകയാണ് അവരെ. പ്രാക്ടീസ്. ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ആയല്ലോ, പിന്നെ തെളിഞ്ഞു വന്നല്ലോ, പിന്നെ ഇവൻ പോയി മറ്റുള്ളവരെ പഠിപ്പിക്കും. ഹല്ലേലൂയ. ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യിച്ചു നോക്കുന്ന സ്പിരിറ്റും കൂടെയാണ് ജെസബേൽ സ്പിരിറ്റ്. അയ്യോ, സമയം ഇത്തിരി മുമ്പോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിയുന്ന ഈ ഇസബേലിനെ സഭയിൽ അനുവദിക്കുന്നു എന്നൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇന്ന് രാത്രിയിൽ ജെസബേൽ സ്പിരിറ്റ് സഭയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഈഗോ വർക്കൗട്ട് ചെയ്യും, അസൂയ വർക്കൗട്ട് ചെയ്യും, കുറ്റം പറച്ചിൽ വർക്കൗട്ട് ചെയ്യും. സഭ എങ്ങനെ പൊളിക്കാമെന്നുള്ളതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കും. പിന്നെ തമ്മിൽ പിണക്കങ്ങൾ വരും. പിന്നെ ഇത് ദൈവദാസന്റെ അടുത്തെത്തും. ദൈവദാസൻ പിന്നെ ഇടപെടും. ദൈവദാസന്റെ മേലെ ഈ സ്പിരിറ്റ് വ്യാപരിച്ച് സ്പിരിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതിരിക്കാമെന്ന്, സ്പിരിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വശത്ത് നിന്നു, എന്റെ വശത്ത് നിന്നില്ല, എന്റെ വശത്ത് നിന്നു, അവരുടെ വശത്ത് നിന്നില്ല എന്നുള്ള കുറ്റം പറഞ്ഞില്ല. പിന്നെ സഭ ആകെ കൂടെ അവിയൽ പരിമവുമായി സ്പ്ലിറ്റ് ചെയ്യും. ജെസബേൽ സ്പിരിറ്റ് ഒരു സഭയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ, ഇനി ദൈവദാസന്റെ മേലാണ്, സഭയിൽ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് ഈ സ്പിരിറ്റ് കയറുന്നതെന്നുണ്ടെങ്കിൽ അനാവശ്യമായ ഡോക്ട്രിൻസ് കൊണ്ട് തലയ്ക്കകം നിറച്ച് അവരുടെ വ്യക്തിപരമായി അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വേർപെടുത്തി ആ ഡോക്ട്രിൻസിനെ കുറിച്ച് കൂടുതൽ അവർ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ അറിഞ്ഞത് അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് അവസാനം ദൈവവചനം തെറ്റാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പിക്കും. ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ പാപിയാണ്. ആഹാബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ജെസബേൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവിടെ സംഭവിക്കുന്നത് മുഴുവൻ ഒരു കീ കൊടുത്ത് ചലിക്കുന്ന പാപ പോലെയാണ്. ഉത്സാഹിപ്പിച്ചു ആഹാബിനെ കൊണ്ട് അശേരാ പ്രതിഷ്ഠകളെ വണങ്ങാനും അശേരാ പ്രതിഷ്ഠ നിർമ്മിക്കാനും ആഹാബിനെ കൊണ്ട് ഉത്സാഹിപ്പിച്ചു എന്നാണ് വിശുദ്ധ ബൈബിൾ 25-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ. ഞാനൊരു കാര്യം പറയട്ടെ, ആഹാബേ, ജെസബേൽ വളരണമെങ്കിൽ ആഹാബേ നീ വേണം. ഇനി നീ ഒരു ആഹാബിന്റെ മനോഭാവം ഉള്ളവനായാൽ, ഇവിടെ ആഹാബ് പിശാചല്ല, ജെസബേൽ പിശാചല്ല, ഇത് രണ്ടും മനോഭാവങ്ങളാണ്. ജെസബേലിന്റെ മനോഭാവമാണ് വിഗ്രഹത്തെ ആരാധിക്കണമെന്നുള്ളത്, ആഹാബിന്റെ മനോഭാവമാണ് പാപം ചെയ്യണമെന്നുള്ളത്. ആഹാബിനെ സംബന്ധിച്ച് നല്ലൊരു യുദ്ധവീരനാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന പിശാചിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഈ രാജാവിനില്ലാതായിപ്പോയി. ഹല്ലേലൂയ. ഭാര്യയുടെ രൂപത്തിൽ വന്നിരുന്നു കൊണ്ട് സ്വന്തം ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന പിശാച്. അപ്പൊ ആഹാബിന്റെ മനോഭാവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് വിറ്റുകൊടുത്തവൻ, ഭാര്യയിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ തിരിച്ചറിയാത്ത ഒരു വ്യക്തി. അതാ പറയുന്നത്, എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. കണ്ടോ, ഉത്സാഹിപ്പിക്കും. ആ സിദ്ധാന്തം തെറ്റാ, ടീച്ചിങ്സ് തെറ്റാ എന്ന് പറഞ്ഞാലും ഉത്സാഹിപ്പിക്കുന്ന കുറെ എണ്ണം കൂടെ കൂടും. ഉത്സാഹിപ്പിക്കുന്ന കുറെ എണ്ണം അങ്ങനെയൊന്നും അല്ലെന്നേ, ഞാൻ കുറെ പഠിച്ചതല്ലേ, അങ്ങനെയൊന്നും അല്ലെന്നേ, മറ്റതാ മറിച്ചതാ. ഉത്സാഹിപ്പിക്കുന്ന കുറെ എണ്ണം. ഇനി വിറ്റ് കളഞ്ഞെങ്കിൽ
ചെന്നപ്പോഴേ ബുദ്ധി അവിടെ ഊരി പണയം വെച്ചെങ്കിൽ, വിറ്റ് കളഞ്ഞെങ്കിൽ പിന്നെ അവര് പറയുന്നത് തന്നെ വേദവാക്യം. പിന്നെ മ്യൂസിയത്തിന്റെ ചില്ലുകൂട്ടിനകത്ത് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, ഇല്ല, അങ്ങനെ അങ്ങ് ഇരിക്കും. ഒരു പ്രതിമ പോലെ ഇരിക്കും. ഒന്നും സ്വയം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ബന്ധിച്ചു കളയുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. എന്നാൽ ദൈവവചന സ്വാതന്ത്ര്യത്തിന്റെ വചനവും മറ്റ് ഡോക്ട്രിൻ, ജെസബേലിന്റെ ടീച്ചിങ്സ് എന്ന് പറയുന്നത് ബന്ധിക്കുന്ന ടീച്ചിങ്സുമാണ്. ഹല്ലേലൂയ. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോരിയർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. ആദ്യമേ മ്ലേച്ഛത പ്രവർത്തിച്ചില്ല. ഗ്രാജുവലി ഇസബേൽ ഉത്സാഹിപ്പിച്ചതിനനുസരിച്ച്, അകത്ത് സ്പിരിറ്റ് പ്രവർത്തിച്ചതിനനുസരിച്ച്, ഉപദേശം കേട്ട് അവസാനം ചെന്ന് മഹാമ്ലേച്ഛത പ്രവർത്തിച്ച ആഹാബിനെ പോലെ വീണുപോകും. ഹല്ലേലൂയ. അവസാനം ആഹാബ് ദൈവസന്നിധിയിൽ രട്ടുടുത്ത് സാവധാനത്തിൽ നടന്ന് ദൈവസന്നിധി ക്ഷമ പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ദൈവം മനസ്സലിയുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജെസബേൽ സ്പിരിറ്റിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന്, സെക്ഷൽ ഇമ്മോറാലിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. രണ്ട്, ദൈവവചനം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. വിഗ്രഹാരാധന ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. വിഗ്രഹങ്ങളുമായി പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റാണ്, ടോയ്സുമായിട്ടൊക്കെ പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് പറയാൻ അങ്ങനെ പറ്റത്തില്ല, പരിമിതികളുണ്ട്. ഹല്ലേലൂയ. പിന്നെ പ്രവാചക ശുശ്രൂഷയുള്ളവരെ, ദൈവത്തിന്റെ കോളിംഗ് ഉള്ളവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന സ്പിരിറ്റാണ്. അവരുടെ പ്രവാചക ശുശ്രൂഷയിൽ നിന്ന് അവരെ വീഴ്ത്തുക, അവരുടെ ഗിഫ്റ്റ് ഓപ്പറേഷനിൽ നിന്ന് അവരെ തള്ളിക്കളയുക, ജനത്തിന് പ്രയോജനപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വിഘടിപ്പിച്ചു കളയുക. ദൈവത്തിനും ജനത്തിനും സമൂഹത്തിനും സഭയ്ക്കും കൊള്ളരുതാത്തൊരു വ്യക്തിത്വമാക്കി മുദ്ര കുത്തി അവിടെ ഇരുത്തിക്കളയുക, അവന്റെ ശുശ്രൂഷ കെട്ടിക്കളയുക. ഈ സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. മറ്റു കാര്യങ്ങളിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യുക. മറ്റു കാര്യങ്ങൾ, ചീട്ടുകളി, മദ്യപാനം, വെറിക്കൂത്ത്, ന്യൂസ് പേപ്പർ, കാർട്ടൂൺസ്, ഫിലിംസ്, മ്യൂസിക്സ്, പോണോഗ്രഫി, മറ്റ് വിശ്വാസങ്ങൾ, ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗങ്ങൾ ഇത്യാദി കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസം അവന്റെ ഉള്ളിലേക്ക് കൊടുത്ത് അതിനെക്കുറിച്ച് പഠിക്കാനും അതിനകത്ത് അഡിക്റ്റഡ് ആക്കിയിരിക്കാനും അതിനകത്ത് അവന്റെ ടൈം സ്പെൻഡ് ചെയ്യാനും തൽഫലമായി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവന്റെ പ്രാർത്ഥനാ ജീവിതം കട്ട് ഡൗൺ ചെയ്യും, അവന്റെ ശുശ്രൂഷ കട്ട് ഡൗൺ ചെയ്യും. അവന്റെ മൂവ്മെന്റ്സിനെ ബന്ധിച്ചു കളയുന്ന സ്പിരിറ്റ് ആണ് ഇസബേൽ സ്പിരിറ്റ്. അടുത്ത് ഞാൻ ആ ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇസബേൽ സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്? ഞാൻ ഇത്രയും നേരം അതിന്റെ സ്വഭാവങ്ങളാണ് പറഞ്ഞത്. ഇനി റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ദ മൂവ്മെന്റ്സ്. വേഗത കുറച്ചു കളയും. എന്തൊക്കെയാണ് വേഗത കുറയ്ക്കുന്നത്? നിങ്ങളിപ്പോ ഒരു ശക്തമായി ദൈവസഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ചർച്ച് ലീഡർ ആണെന്ന് വിചാരിക്കുക. ചർച്ചിനകത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്കകത്ത് ആകൃഷ്ടനായി നിങ്ങളെ വശീകരിച്ച് ജെസബേൽ സ്പിരിറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചർച്ചിൽ വരാനുള്ള താല്പര്യം കുറയും, ലീഡർഷിപ്പിൽ നിൽക്കാനുള്ള താല്പര്യം കുറയും. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾ അതിന്റെ പാർട്ടിസിപ്പേഷനും കോൺട്രിബ്യൂഷനും കുറയണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. ഇന്നിനിപ്പോൾ സഭയെ പോണ്ടെന്നൊരു ചിന്തയുണ്ടാകും. ഇന്നിനിപ്പോൾ വർഷിപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇന്നിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്യട്ടെ, അവനെ വിളിച്ച് അവനെ ഏൽപ്പിക്കാന്നുള്ള ചിന്തയുണ്ടാകും. നിങ്ങളുടെ വേഗത കുറച്ചു കളയും, നിങ്ങളുടെ സ്പിരിച്വൽ മൂവ്മെന്റ്സിനെ ബന്ധിച്ചു കളയും. ജെസബേൽ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് കുറച്ചു കളയും. ശക്തനാകുന്ന ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ ഭക്തനായിരുന്നു നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. നാബോത്തിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടത്തിനോട് ആഹാബിനൊരു ഇഷ്ടം തോന്നി. ഈ മുന്തിരിത്തോട്ടം നല്ലതാന്ന് കണ്ട ഈ ആഹാബുമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എങ്ങനെ കൈക്കലാക്കാം, കുറെ മുന്തിരിയൊക്കെ കായ്ച്ചു നിപ്പുണ്ടെങ്കിൽ എങ്ങനെ അവിടുന്ന് കുറെയൊക്കെ പിഴുതെടുത്ത് ഇവിടെ കൊണ്ടുവരാം, ഈ ചിന്ത ഉണ്ടാകും. ആ സഭയെന്ന് കുറെ ഇങ്ങോട്ട്, ഈ സഭയെന്ന് കുറെ ഇങ്ങോട്ട്, അവിടുന്ന് കുറെ ഇങ്ങോട്ട്. ഇതൊക്കെ
ആഹാബിന്റെ സ്പിരിറ്റും ഇസബേലിന്റെ സ്പിരിറ്റൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ മുന്തിരിത്തോട്ടത്തിനോട് ആഹാബിന് ഒരു ആഗ്രഹം ഉണ്ടായി. ദൂത് പറയട്ടെ, ഇസബേലിന് പ്രവർത്തിക്കാൻ വേണ്ടി ആഹാബിന് ഒരു ഇഷ്ടം വന്നു എന്ന് മാത്രം. അങ്ങോട്ട് പറയാം, തെളിയിച്ചു തരാം. ഇസബേലിനൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടി നാബോത്തിന്റെ വീഴ്ച ആഗ്രഹിച്ച ഇസബേൽ അതിനുവേണ്ടി ആഹാബിനെ ഉപയോഗിച്ചു എന്ന് മാത്രം. ആരെങ്കിലും കൊണ്ട് നാബോത്ത് വീണാ മതിയല്ലോ. നാബോത്തിനെ കുറിച്ച് ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ പ്രധാനിയായ ഒരു മനുഷ്യൻ, ദൈവഭക്തനായ ഒരു മനുഷ്യൻ നാബോത്ത്. അപ്പൊ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന് കണ്ണുവെച്ചിട്ട് നാബോത്തിനോട് പറഞ്ഞു, നാബോത്തെ നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരാമോ? ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ദേശം തരാം. ആരുടെ ലാംഗ്വേജ് ആണെന്ന് അറിയാവോ? നീ ചൂണ്ടിക്കാണിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും. ആരുടെ ലാംഗ്വേജ് ആണെന്ന് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തന്നാൽ നീ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യവും സ്ഥലവും ഞാൻ നിനക്ക് തരും. ആരുടെ ലാംഗ്വേജ് ആണെന്ന് പിടികിട്ടി കാണുമല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. ഫലമുള്ളതിനെ നീ എനിക്ക് തന്നാൽ ഫലമില്ലാത്ത ഏക്കർ കണക്കിന് ഭൂമി ഞാൻ നിനക്ക് തരാം. ചിലപ്പോ അവിടെ പാറയായിരിക്കും, നീ വെടിവെച്ചാ മതി, കുറെ പാറ കിട്ടും. ഇത്ര വർഷത്തേക്ക് നിനക്ക് അത് ക്വാറിയായിട്ട് കൊണ്ടു നടക്കാം. ഫലമുള്ളതിനെ കളഞ്ഞിട്ട് ഇതാ സംഭവം. അപ്പം കാര്യം അതാണ്. അപ്പൊ ഫലമുള്ളത് എനിക്ക് തന്നാൽ നിനക്ക് ഞാൻ വില തരാം. അടുത്ത ആഹാബിന്റെ മറുപടി, ഞാൻ വില തരാം. പറയും, എന്റെ ദൈവമേ, ഇവന് ഞാൻ ഈ മുന്തിരിത്തോട്ടം കൊടുക്കേണ്ട ഗതി എനിക്ക് വരരുതെന്ന് നാബോത്ത് പ്രാർത്ഥിച്ചു. അടുത്ത നാബോത്തിന്റെ അവസ്ഥ എന്താന്ന് അടുത്ത ആഹാബിന്റെ അവസ്ഥ എന്താന്ന് നോക്കിയോ. മുന്തിരിത്തോട്ടം ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞപ്പോ കൊച്ചു പിള്ളേർ പിണങ്ങിയതുപോലെ പിണങ്ങിയിട്ട് ആഹാബ് പോയി ചെയ്യുന്ന കാര്യം എന്താന്ന് നോക്ക്. ഞാൻ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരാൻ സംഗതി വരരുതേ എന്ന് നാബോത്ത് പ്രാർത്ഥിച്ചു. അപ്പോ നാബോത്ത് അത് കൊടുക്കത്തില്ല എന്ന് അറിഞ്ഞ ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ച് കിടന്നു, കൊച്ചുപിള്ളേർ കിടക്കുന്ന പോലെ. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്നു. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, കേൾക്കണം, പ്രാർത്ഥന അങ്ങോട്ട് കൊടുക്കുക, ഇസബേലിന്റെ അടുത്തോട്ട് പ്രാർത്ഥന കൊടുക്കുക. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരയണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അത്രേ എന്ന് ആഹാബ് ഉത്തരം പറഞ്ഞു. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. ഇതാരുടെ വാക്കാ? ഒരു സ്ത്രീ പുരുഷനോട് പറയുന്ന വാക്കാ. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്കാ. രാജാവിനോട് പറയുന്ന വാക്കാ. തരില്ല എന്ന് പറഞ്ഞത് ഞാൻ അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് വാങ്ങിത്തരും. ഇത് തിരിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ ഒരു സുഖമുണ്ട്. പക്ഷേ ഇവിടെ ഈ ജെസബേൽ സ്പിരിറ്റ് കയറുമ്പോൾ ഉള്ള പക നിങ്ങൾക്ക് മനസ്സിലായോ? ആ പക നിങ്ങൾക്ക് പിടികിട്ടിയോ? ഞാൻ ചെയ്യിച്ചിരിക്കും, ഞാൻ വീഴ്ത്തിയിരിക്കും, ഞാൻ വാങ്ങിയിരിക്കും, ഞാൻ അത് നേടിയിരിക്കും. ആ ഒരു റൂട്ട് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ജെസബേൽ സ്പിരിറ്റ് കയറുന്നതാ. അടുത്ത പ്രവൃത്തി എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഹാബ് ഉണ്ടെങ്കിലേ ജെസബേലിന് വളരാൻ പറ്റത്തുള്ളൂ എന്ന്. കേട്ടോ, അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് അവൾ എഴുത്തെഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, ശ്രദ്ധിച്ച് കേട്ടോണം, പ്രവാചകന്മാർ ശ്രദ്ധിച്ച് കേട്ടോണം. നാബോത്ത് എന്ന് പറയുന്ന പ്രവാചകനെ വീഴ്ത്തിയത് എങ്ങനെയാന്ന് കേട്ടോണം. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. ചുരുക്കി പറഞ്ഞാൽ നാബോത്തിനെ നാണം കെടുത്തുക. ഇപ്പം വലിയ പ്രവാചകനാ, വലിയ ശുശ്രൂഷകനാന്നൊക്കെ ഉള്ള പേരൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും അവന്റെ ആ ശുശ്രൂഷ ലെവലിൽ നിന്ന് അവനെ വെട്ടി താഴെ ഇടണം. അവന്റെ മിനിസ്ട്രി പൊളിക്കണം. അവൻ ഇന്നൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അവനെ കൊണ്ട് കുറെ മുന്തിരി കായ്ക്കുന്ന, അവന്റെ സഭയിൽ കുറെ ഫലം ഉണ്ടാകുന്നുണ്ട്, കുറെ എണ്ണം ഉണ്ട്. ഒരു തൈ കൊണ്ട് നട്ടതാ. ഇന്ന് അവന്റെ സഭയിൽ ഒരുപാട് തൈകളും ഉണ്ട്, ഒരുപാട് ഫലവും ഉണ്ട്. അവൻ ഒരുത്തൻ വന്ന് കേറി ഒത്തിരി പേരങ്ങ് വന്ന് നിറഞ്ഞു. ഒരുത്തി ക്രിസ്തുവിനെ അറിഞ്ഞതാ. ആ ഒരുത്തിയിലൂടെ ഒരു വീട് മുഴുവൻ ഫലവത്തായി തീർന്നു. ഒരുത്തി പ്രാർത്ഥിക്കാൻ
ജീവിക്കാൻ തുടങ്ങിയതാ. ഇന്ന് വീട് മുഴുവൻ ആത്മനിറവുള്ള വ്യക്തികളെ ആയി തീർന്നു. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തെയാണ് ആഹാബിന് വേണ്ടതും ഇസബേലിന് വേണ്ടത്. ഇപ്പൊ കാര്യം പിടികിട്ടി കാണുമല്ലോ. നിങ്ങൾക്കൊരു സഭയുണ്ടെങ്കിൽ, ആ സഭയ്ക്കകത്ത് മുന്തിരിത്തൈകൾ ഉണ്ടെങ്കിൽ, ആ സഭയിൽ നല്ല മുന്തിരി കായ്ക്കുന്നെങ്കിൽ നിന്റെ സഭയ്ക്കാണ് വെല്ലുവിളിയുള്ളത്. നീ ഒരു നല്ല കുടുംബത്തിൽ താമസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നീ ഫലവത്തായ ഒരു വ്യക്തിയാണ്, നിന്നിൽ നിന്ന് അനേക തൈകൾ ഉളവാകുന്നെങ്കിൽ താങ്കളെയാണ് പിശാചിനെ ചൂഷണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യം. താങ്കളെയാണ് സാത്താൻ കയ്യിലെടുക്കാൻ പോകുന്നത്. ഇതാണ് വെല്ലുവിളി. ഞാൻ നേടിയിരിക്കും. അതിനുവേണ്ടി അധികാരമുള്ളവന്റെ മോതിരത്തെ എടുത്ത്, അധികാരമുള്ളവന്റെ സീലെടുത്ത്, അധികാരമുള്ളവന്റെ ലെറ്റർ പാഡിൽ എഴുത്തെഴുതി, ആഹാബ് ചെയ്യുന്നതിന് സമമായി ലെറ്റർ എഴുതി, അതിൽ സീലടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാർക്ക്, നാബോത്ത് താമസിക്കുന്ന പട്ടണത്തിലെ മൂപ്പന്മാർക്കും പ്രധാനികൾക്കും ആഹാബ് സന്ദേശം അയക്കുന്നത് പോലെ അയച്ചിട്ട് ആ നാബോത്തിനെ പിടിപ്പിച്ച് പ്രധാന സ്ഥലത്തിരുത്തി പ്രധാനപ്പെട്ട 2 സാക്ഷികളെ തനിക്കെതിരായി എഴുന്നേൽപ്പിച്ച് ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്നും രാജ്യദ്രോഹപരമായി സംസാരിച്ചു എന്നും കള്ളസാക്ഷ്യം പറഞ്ഞ് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ! കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നീ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലാത്തൊരു കേസിൽ നിങ്ങളെ പ്രതിയാക്കി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കള്ളസാക്ഷികളെ എഴുന്നേറ്റെങ്കിൽ, നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തെളിവ് കണ്ടെത്തിയെങ്കിൽ, അതിനെ മുദ്ര വെച്ചെങ്കിൽ, വിശ്വാസയോഗ്യമായ രീതിയിൽ അതിന് കഥകൾ ചമച്ചെങ്കിൽ, അതിന്റെ പിന്നിൽ, അതിന്റെ പുറകിൽ ഒരു ഇസബേല്യ ശക്തിയുണ്ട്. അതിന്റെ പിന്നിൽ ഒരു ഇസബേല്യ ശക്തിയുണ്ട്. മൈ ഗാഡ്! ഒരു ആഹാബിന്റെ സപ്പോർട്ടും അവൾക്കുണ്ട്. ഹല്ലേലൂയ! ഇതെന്ന് രാത്രി കേട്ടോ. നാബോത്തിനെ കൊന്നപ്പോ ദൈവം വെറുതെ ഇരുന്നില്ല. നാബോത്ത് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ തൊട്ടപ്പോ ദൈവം വെറുതെ ഇരുന്നില്ല. കൊന്നുകളഞ്ഞു. ഇല്ല എന്ന് പറയുന്നില്ല, കൊന്നുകളഞ്ഞു. ഇസബേൽ കൊല്ലിച്ചു. ഏറ്റവും ക്രൂരന്മാരായവരെ കൊണ്ട് കൊല്ലിച്ചു. ഇസബേലിന്റെ സ്പിരിറ്റ് കൊല്ലുകയും ചെയ്യും, കൊല്ലിക്കുകയും ചെയ്യും. കൊല്ലിച്ചു. ഹല്ലേലൂയ! നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. ഇസബേൽ പറഞ്ഞയച്ചു. അടുത്തത് കേട്ടോ. എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായ ഏലിയാവിനുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് ശമരിയയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. അടുത്ത ദൂത് കേട്ടോ. നായ്ക്കൾ ഈ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് അവനോട് പറക. അടുത്തത് ഇസബേലിനുള്ളത്. ഇസബേലിന് 23-ാമത്തെ വാക്യം. ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലരികെ വെച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും, വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിനകത്ത് ഇടപെടുകയാണ്. ഇസബേല്യ ശക്തി ഒരു ഏരിയയിൽ പ്രവർത്തിക്കുകയും അതേ ഏരിയയിൽ ഒരു ഏലിയാവിന്റെ അഭിഷേകം ചുമക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ ഇസബേലിന്റെ ശക്തിക്ക് പൂട്ടിടാൻ പറ്റും. ഗ്ലോറി ടു ജീസസ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആഹാബും ഇസബേലും ഒക്കെ ഭയങ്കരമായിട്ട് രാജപദവിയിൽ വാഴുന്നുണ്ടായിരിക്കും, ഭരിക്കുന്നുണ്ടായിരിക്കും, കൊല്ലുന്നുണ്ടായിരിക്കും, കൊല്ലിക്കുന്നുണ്ടായിരിക്കും, പാപം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതേ പട്ടണത്തിൽ ഒരു ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ചുമക്കുന്നവന്റെ മുമ്പിൽ വീഴാനുള്ളതേ ഉള്ളൂ ഇസബേലിന്റെയും ആഹാബിന്റെയും പ്രവൃത്തിയും ആരാധനയും. പ്രവാചക ശുശ്രൂഷയുള്ളവരെയാണ് കൊല്ലിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഏലിയാവിനെയും കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം ആത്മാവിൽ ഏലിയാവിനെ എടുത്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി മറച്ചതുകൊണ്ട് ഏലിയാവിന്റെ മേൽ മണൽത്തരി പോലും വാരിയിടാൻ പറ്റിയില്ല. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭർത്താവിനെ ഭരിക്കുന്ന ഇസബേലിന്റെ സ്പിരിറ്റിൽ നിന്ന് നിങ്ങൾക്ക് അവനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളിൽ ഒരു ഏലിയാവിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഉണ്ടാകണം. നിങ്ങളുടെ ഭാര്യയിൽ വ്യാപരിക്കുന്ന ഇസബേലിന്റെ സ്പിരിറ്റിൽ നിന്ന് അവളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളിൽ ഒരു ഏലിയാവിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇസബേലിന്റെ പ്രവൃത്തി
വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ തുയത്തൈര പട്ടണത്തിൽ ആ സഭയ്ക്കുണ്ടായതുപോലെ ഉണ്ടാകരുതെങ്കിൽ നിങ്ങൾ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഗിഫ്റ്റ് ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കണം. ഓരോന്നിന്റെ പിന്നിലും ഓരോ ദുരാത്മാക്കളുണ്ട്. ഓരോ പ്രശ്നത്തിന്റെ മുന്നിലും ഓരോ ദുരാത്മാക്കളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ ഇമ്മാറാലിറ്റിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സ്പിരിറ്റ് ഉള്ളതുപോലെ തന്നെ കുലപാതകത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. സൂയിസൈഡ് ചെയ്യിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. നുണ പറയിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. തമ്മിൽ തല്ലിക്കുന്ന സ്പിരിറ്റ് ഉണ്ട്. ഒത്തിരി 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 വർക്കൗട്ട്, ഫാമിലി സ്പ്ലിറ്റപ്പ് ചെയ്യുന്ന സ്പിരിറ്റ് ഉണ്ട്. ഡിവോഴ്സിന്റെ സ്പിരിറ്റ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പൗലോസ് പറയുന്നത് പോലെ നമുക്ക് ദുരാത്മ സേനകളുമായിട്ടാണ് വാർ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ആരെയൊക്കെയാണ് ജെസബേലിന്റെ സ്പിരിറ്റ് ഇനി സ്വാധീനിക്കുന്നത്? കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. ആരെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്? ഒരു ഗ്രൂപ്പിനെയും സ്വാധീനിക്കും, ഒരു വ്യക്തിയെയും സ്വാധീനിക്കും. കുടുംബങ്ങളിലേക്കും ജെസബേലിന്റെ സ്പിരിറ്റ് വിരോധമായി സ്വാധീനിക്കും. ജോലി സ്ഥലത്ത് ജെസബേലിന്റെ സ്പിരിറ്റ് വ്യക്തികളിൽ കടക്കും. ചെറിയ കൂട്ടായ്മകളിൽ, ചിലപ്പം നിങ്ങൾ ഒരു ചെറിയ സഭ നടത്തുന്ന വ്യക്തിയായിരിക്കാം, ചെറിയൊരു പ്രയർ ടീം നടത്തുന്ന വ്യക്തിയായിരിക്കാം, കൊച്ചു കൊച്ചു പ്രാർത്ഥന ഗ്രൂപ്പുകളായിരിക്കാം, പ്രയർ സെല്ലിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം, ഒരു സൂം മീറ്റിംഗിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ആ കൊച്ചു കൂട്ടായ്മകൾക്കകത്ത് ഈ ജെസബേലിന്റെ സ്പിരിറ്റ് കയറിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ വലിപ്പച്ചെറുപ്പ ഭാവങ്ങളൊക്കെ തോന്നിപ്പിച്ച് പിന്നെ അങ്ങോട്ട് പരാതി പറഞ്ഞ്, വഴി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, അതിനകത്ത് ആ ചെറു കൂട്ടായ്മകൾക്കകത്ത് ഈ സ്പിരിറ്റ് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. സഭയ്ക്കകത്ത് പ്രവർത്തിക്കാനായിട്ട് ജെസബേൽ സ്പിരിറ്റ് ശ്രമിക്കും. രാജ്യത്തിനകത്ത് ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. ആരിലാണ് ഇതിന്റെ പ്രവൃത്തി വർക്കൗട്ട് ആകുന്നത്? എന്ത് ചെയ്യണമെന്നറിയാത്ത, എങ്ങനെ ഈ ശക്തിയെ പ്രതിരോധിക്കണമെന്നറിയാത്ത വ്യക്തികളിൽ ഈ സ്പിരിറ്റ് പ്രവർത്തിക്കും. എന്നാൽ എങ്ങനെ ദുരാത്മാക്കളെ ഡിഫെൻഡ് ചെയ്യണമെന്ന് പഠനമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, റെവലേഷനുള്ള സഭകളിൽ, വ്യക്തികളിൽ ഈ സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യില്ല. ഹല്ലേലൂയ. ഒപ്പം ഭയങ്കരമായ ധൂർത്തിന്റെ സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. ഭയങ്കരമായ ഒരുക്കത്തിന്റെ സ്പിരിറ്റാണ്, ഓവർ മേക്കപ്പിന്റെ സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. യേഹൂ നടന്നു വരുന്നത് കണ്ടപ്പോ മറ്റുള്ള വ്യക്തി വശീകരിക്കണം. വസ്ത്രധാരണത്തിലൂടെ വശീകരിക്കും ജെസബേൽ സ്പിരിറ്റ്. മേക്കപ്പിലൂടെ മറ്റൊരു വ്യക്തിയെ വശീകരിക്കും. ദൈവദാസന്മാരെ വശീകരിക്കും. വസ്ത്രധാരണങ്ങളിലൂടെ മറ്റു വ്യക്തികളെ സ്വാധീനിക്കുക, വശീകരിക്കുക. അത് ഈ സ്പിരിറ്റിന്റെ ക്യാരക്ടറാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, അതിന്റെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 9-ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. യേഹൂ വരുന്നത് കണ്ടിട്ട് നോക്കിയേ, 9-ാമത്തെ അധ്യായം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാമത്തെ അധ്യായം ഒന്നെടുത്തേ. 9-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കേട്ടെ, 30-ാമത്തെ വാക്യം. യേഹൂ ഇസ്രായേലിൽ നിന്ന് വരുന്നത് ഈസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടെ നോക്കി. കണ്ടോ, ഒളിഞ്ഞു നോക്കി നിന്റെ ശ്രദ്ധ അവളിലേക്ക് കൊണ്ടുവന്ന് നിന്നെ വീഴ്ത്തുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. വെളിച്ചത്തൊന്നും ഇങ്ങനെ വന്ന് നിക്കത്തൊന്നുമില്ല. നിന്റെ ശ്രദ്ധ അവളിലേക്ക് കൊണ്ടുപോകും. നിന്നെ എങ്ങനെ വീഴ്ത്തണമെന്ന് വ്യക്തമായിട്ട് വരുന്ന സ്പിരിറ്റിന് അറിയാം. എന്താണ് നിന്റെ വീക്ക് പോയിന്റ്, എന്താണ് നിന്റെ വീക്ക്നെസ്, അത് ജെസബേൽ സ്പിരിറ്റിന് നന്നായിട്ട് അറിയാം. അതാ പറഞ്ഞേ, യേഹൂ വരുന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടെ നോക്കി. ഈ കിളിവാതിലിൽ കൂടെ നോക്കി അബദ്ധം പറ്റിയവർ ഒത്തിരി ഉണ്ട് തിരുവെഴുത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. യേഹൂ പടിവാതിൽക്കൽ കടന്നപ്പോൾ അവൾ യജമാനനെ കൊന്നവനായ
സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. ഒരു ശബ്ദമുണ്ടാക്കി, ഒരു മെസ്സേജിലൂടെ, ഒരു വാക്കിലൂടെ, ഹായ്, ഒരു ഹായിലൂടെ ശ്രദ്ധയാകർഷിച്ചു. താഴെ കൂടെ നടന്നു പോയവന്റെ കഴുത്തിനെ വലിച്ചു പൊക്കുന്ന ഒരു ശബ്ദം മേളിൽ കേട്ടപ്പം യേഹു പെട്ടെന്ന് മേളിലോട്ട് നോക്കി. നോക്കിയപ്പോ അഭിഷേകം എല്ലാം കൂടെ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയ മീനിന്ന് ഐസ് ഒലിച്ചു പോകുന്ന പോലെ പോയൊന്നുമില്ല. ചിലർക്ക് എന്തെങ്കിലും കണ്ട അപ്പോഴേ അഭിഷേകം അങ്ങ് ഒലിച്ചു പോകും. അപ്പൊ ശുശ്രൂഷയും പോകും, അഭിഷേകവും പോകും, പ്രവചനവും പോയി, എല്ലാം പോകും. എന്തെങ്കിലും കണ്ട അപ്പൊ ഒലിക്കും. പക്ഷേ ഇത് തലപൊക്കി നോക്കിയപ്പോ അവിടെ തീയായിട്ട് അങ്ങ് മാറി അഭിഷേകം. യേഹു തലപൊക്കി നോക്കിയപ്പോ ധേണ്ടടാ, ഇവളെ കൂടെ വകവരുത്താനുണ്ടല്ലോ എന്നാ ചിന്തിച്ചു. ഇവള് ചത്തില്ലായിരുന്നോ? ഇവളെ കൂടെ വകവരുത്താനുണ്ടല്ലോ. ഇവിടെ മുമ്പ് ഞങ്ങളുടെ ഗുരു പറഞ്ഞൊരു പ്രവചനം കിടക്കുന്നുണ്ടല്ലോ, ഇവളിതുവരെ തീർന്നില്ലായിരുന്നോ? നീ ഇപ്പോഴും ഉണ്ടോ ആൾക്കാരെ വീഴ്ത്താൻ വേണ്ടി എന്നുള്ളതായിരുന്നു യേഹുവിന്റെ നിലപാട്. നിന്റെ നിലപാടുകളെ നോക്കുന്നവനാണ് ദൈവം. ഒരു പാപം ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ, മിനിസ്ട്രി ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ, പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടുമ്പോ നിന്റെ നിലപാടുകളെ ദൈവം നോക്കും. യോ, ആ കേസ് കെട്ടേലെങ്ങാനും ഞാൻ കൈവച്ച ആ ഭൂതം നേരെ വന്ന് കിരീടമായി എന്റെ തലയിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ നിലപാടുകളോട് കൂടെ നിൽക്കുന്നവനാണ് ദൈവം. ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുക. നിനക്ക് ഭൂതത്തെ പേടിയുണ്ടോ? പിശാചിനെ പേടിയുണ്ടോ? ഇസബേലിനെ പേടിയുണ്ടോ? ഈ ഇസബേലിനെ ശാസിച്ചു കഴിഞ്ഞാൽ എന്റെ സ്തോത്ര കാഴ്ച കുറയും. ഇതെങ്ങാനും സഭയെന്ന് ഞാൻ പറഞ്ഞ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. പുള്ളിക്കാരന്റെ കേസ് എങ്ങാനും നമ്മൾ തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇതല്ല, നിലപാടുകളോട്, നമ്മുടെ നിലപാടുകളോട് കൂടെ നിൽക്കുന്ന ദൈവമാണ്. അപ്പൊ യേഹു തലപൊക്കി നോക്കി. യേഹു യജമാനനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവൻ തന്റെ മുഖം കിളിവാതിലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് യേഹു ചോദിച്ചു. എന്നാറെ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി. അവളെ താഴെ തള്ളിയിടുവിൻ എന്നവൻ കൽപ്പിച്ചു. യേഹു കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. ആരെയാ? ഇസബേലിനെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി, അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു. അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ, ശ്രദ്ധിച്ചു കേൾക്കണം, അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് അവനോട് അതറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്തു വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയും, അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഇസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെയാകും എന്നിങ്ങനെ യഹോവ തിശ്ബ്യനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു. ഏലിയാവേ, നീ ഇന്ന് പറഞ്ഞിടുന്ന കാര്യങ്ങൾ, നീ ഇന്ന് പ്രവചിച്ചിടുന്ന കാര്യങ്ങൾ വർഷം ചിലത് കഴിഞ്ഞാലും ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. നിന്റെ കാലം കഴിഞ്ഞു പോയാലും ആ പ്രവചനം ഇവിടുന്ന് കഴിഞ്ഞു പോകത്തില്ല. നിന്റെ കാലം കഴിഞ്ഞാലും ആ പ്രവചന ശബ്ദം നിറവേറ്റിയെടുക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾ കീഴ്പ്പെടേണ്ട ചില വ്യക്തികളിൽ ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, നിന്റെ മേൽ ഏലിയാവിന്റെ മേൽ കിടക്കുന്ന അഭിഷേകമാണെങ്കിൽ, അവനെ കൊന്നുകൊണ്ടുള്ള ഒരു പ്രവചനമല്ല, അവന്റെ മേൽ വ്യാപരിക്കുന്ന ജെസബേൽ സ്പിരിറ്റിനെ തകർക്കുന്ന ഒരു പ്രവചനവും വിശ്വാസവും പ്രഖ്യാപനവുമാണ് എന്റെ മാന്യ സുഹൃത്തിന്റെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ, നിങ്ങളുടെ കാലം കഴിഞ്ഞാലും അത് ചെയ്തെടുക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിലുണ്ട്. നമ്പർ 2, ഞാൻ ഇങ്ങനെയും കൂടെ പറയുന്നു, നിന്റെ കാലം കഴിയുന്നതിനു മുൻപേ അത് പ്രവർത്തിക്കുന്ന ഒരു ദൈവവും ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അന്ന് ഇസ്രായേലിൽ ദൈവത്തിന്റെ ദാസനായ നാബോത്തിനെ തൊട്ടതിന്റെ പേരിൽ ഏലിയാവ് പ്രവചിച്ചിരുന്നു. 1 രാജാക്കന്മാരിൽ പ്രവചിച്ചിരുന്നു, എടോ, നിന്നെയും നിന്റെ ഭാര്യയെയും നായ്ക്കൾ മാംസം കടിച്ചു കീറുന്ന ഒരു സമയമുണ്ടെന്ന് യഹോവ പറയുന്നു. നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കളയുമെന്ന് യഹോവ പറയുന്നു. ഇതിന്റെ പിണം
വയലിലെ പക്ഷികൾ കൊത്തിത്തിന്നുമെന്ന് യഹോവ പറയുന്നു എന്ന് പറഞ്ഞ ശബ്ദം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നപ്പോ യേഹൂവിന്റെ കണ്ണുകൊണ്ട് കണ്ടത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നതെല്ലാം ഇന്നയോളവും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർ പ്രവചിക്കുന്നതെല്ലാം ഇന്നയോളവും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും മധ്യവാനത്തിൽ എഴുന്നള്ളി വരുന്നതിന് മുൻപേ, കാഹളം ധ്വനിക്കുന്നതിന് മുൻപേ, ശുശ്രൂഷകന്മാരെ, നിങ്ങൾ പറയുന്നത് ഈ ഭൂമണ്ഡലത്തിൽ സംഭവിക്കണമെങ്കിൽ ജെസബേൽ സ്പിരിറ്റിൽ നിന്ന് പുറത്തു വരിക. ജെസബേൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന സ്പിരിറ്റിനെ നിങ്ങൾ തിരിച്ചറിയുക. ഉണർവ് തടയുന്ന സ്പിരിറ്റിനെ തിരിച്ചറിയുക. ആ സ്ലോ ഡൗൺ ചെയ്യുന്ന സ്പിരിറ്റിനെ, മൂവ്മെന്റ്സിനെ തകർക്കുന്ന സ്പിരിറ്റിനെ, സഭ പൂട്ടിക്കുന്ന സ്പിരിറ്റിനെ, വിശ്വാസം തകർക്കുന്ന സ്പിരിറ്റിനെ, അഭിഷേകം തകർക്കുന്ന സ്പിരിറ്റിനെ, വ്യഭിചാരത്തിനെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റിനെ, വശീകരിക്കുന്ന സ്പിരിറ്റിനെ ഇന്ന് രാത്രി ശാസിക്കുക. അത് നിന്റെ തലമുറകളിലാണോ ആ സ്പിരിറ്റ് വ്യാപരിക്കുന്നത്? ഭർത്താവിലാണോ ആ സ്പിരിറ്റ് വ്യാപരിക്കുന്നത്? കൂട്ടായ്മയിലാണോ സ്പിരിറ്റ് വ്യാപരിക്കുന്നത്? വിശുദ്ധിക്ക് വിഘ്നമായി നിൽക്കുന്നതിനെ ഇന്ന് രാത്രി ശാസിക്കുക. നിനക്കൊരു രോഗസൗഖ്യം കിട്ടിയാൽ നീ ദൈവത്തിന്റെ പക്ഷത്ത് വരുമെങ്കിൽ നിന്റെ രോഗസൗഖ്യത്തെ ഈ സ്പിരിറ്റ് തടയും. നിനക്കൊരു മാനസാന്തരം വന്നാൽ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെങ്കിൽ നിന്റെ മാനസാന്തരത്തെ ഈ സ്പിരിറ്റ് തടയും. നിനക്ക് ഒരു മേൽക്കോയ്മ വന്നാൽ, നിനക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ നീ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുമെങ്കിൽ നിന്റെ പ്രൊമോഷനെ ജോലി സ്ഥലത്ത് ഇത് വന്ന് ബാധിക്കും. ഈ ജെസബേൽ സ്പിരിറ്റ് വന്ന് ബാധിക്കും. നിന്റെ പ്രൊമോഷന് സ്റ്റേ വയ്ക്കുന്ന സ്പിരിറ്റുകൾ എഴുന്നേറ്റ് വരും. നിന്റെ കൂട്ടായ്മയിൽ 10 പേർ കൂടിക്കഴിഞ്ഞാൽ നിന്റെ വിശ്വാസവും ശുശ്രൂഷയും ജ്വലിക്കപ്പെടുമെങ്കിൽ 10 പേരെ കൂടെ നിന്റെ കൂട്ടായ്മയിൽ നിന്ന് വലിച്ചെടുത്തോണ്ട് പോകാൻ ഈ ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിക്കും. നമ്മുടെ കൂട്ടായ്മയിൽ ഇങ്ങനൊരു ജെസബേൽ സ്പിരിറ്റ് പ്രവർത്തിച്ചതായി ഞാൻ 2 മാസം മുന്നേ ഞാൻ കേട്ടു. ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പ്രചരിപ്പിച്ചു. പക്ഷേ എന്റെ ജീവിതം വ്യക്തമായി തിരിച്ചറിയുന്ന സഹോദരിയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ആ മനുഷ്യൻ കണ്ടിട്ടില്ല, ആ മനുഷ്യൻ കേട്ടിട്ടില്ല, അവന്റെ മനസ്സുകൊണ്ട് അറിഞ്ഞ കാര്യവുമല്ല. ആ സഹോദരിയോട് ദൈവാത്മാവ് സംസാരിച്ചു. 4-5 പേരോട് ആ ഇസബേലിന്റെ സ്പിരിറ്റ്, ആ 4-5 പേര് ആ ഇസബേല് കൊണ്ട് ഈ ഗ്രൂപ്പിനകത്ത് വന്നു. 4-5 പേരെ കൊണ്ട് ആ ഇസബേല് വന്നു. ഇസബേലിന്റെ സ്പിരിറ്റിനെ ഇളക്കുന്ന ശുശ്രൂഷയാണെന്ന് മനസ്സിലായപ്പോ ഇസബേൽ ആ 5-6 പേരെ കൂടെ അങ്ങ് വലിച്ചെടുത്തോണ്ട് പോകാൻ ശ്രമിച്ചു. അതിനകത്ത് പ്രാർത്ഥനയും വിശുദ്ധിയുമുള്ള ഒരു സഹോദരിയോട് ദൈവാത്മാവ് പറഞ്ഞു, ആ മനുഷ്യൻ അറിഞ്ഞ കേസല്ല. ആ മനുഷ്യൻ എന്നോട് വ്യക്തിപരമായി വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, ചോദിക്കുന്ന നിങ്ങൾക്കും ഉത്തരം പറയുന്ന എനിക്കും പറഞ്ഞ അവർക്കും ദൈവം സാക്ഷി. ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനാകാൻ ആഗ്രഹിക്കുന്നവനല്ല. മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ല. തെളിവ് തരാൻ എനിക്കൊന്നുമില്ല. ആകെ കൂടെ എനിക്ക് തരാനുള്ളൊരു തെളിവ് വാട്സാപ്പിൽ അവർക്ക് ഞാൻ അയച്ചേക്കുന്ന എന്റെ മൊബൈലിന്റെ ലിങ്കാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കുന്ന അവർക്ക് ഞാൻ അയച്ചു. എന്റെ ലിങ്കാണ്. വാട്സാപ്പിൽ കൂടെ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്കെതിരായി ഞാൻ സംസാരിച്ചു എന്നാണല്ലോ പറയുന്നത്. ജെസബേലിന്റെ സ്പിരിറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ എല്ലാ സ്ക്രീൻഷോട്ടും ഞാൻ അയച്ചു തരാം. ആകെ 1 മാസേ ആകുന്നുള്ളൂ ഞാൻ അവരുമായിട്ട് പരിചയപ്പെട്ടിട്ട്. 1000 ചാറ്റ് ഒന്നും ഇല്ല. ഏറി വന്ന ഒരു 10-30 മീറ്റിംഗിന്റെ ലിങ്കുകൾ കാണും. ഞാൻ സ്ക്രീൻഷോട്ട് അയക്കാം. ഇല്ല ദൈവദാസനെ, നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിൽ പറയുന്നു, ഇത് അങ്ങ് അറിഞ്ഞ കാര്യമല്ലെന്ന്. അങ്ങനെ അങ്ങയുടെ വാഗൊണ്ട് പറയില്ല എന്ന്. ഞാൻ എന്നെ തെളിയിക്കാനല്ല കേട്ടോ, ഞാൻ അവര് പറഞ്ഞ കാര്യം പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് അങ്ങ് ഈ സത്യം അറിയണം എന്നിച്ഛിച്ച് ഞാനിത് അങ്ങയോട് പറയുന്നത്. ഹല്ലേലൂയ. ജെസബേലിന്റെ സ്പിരിറ്റ് നോക്കുമ്പം ഗ്രൂപ്പിനകത്തൊരു ഉണർവുണ്ടെങ്കിൽ, ഗ്രൂപ്പിനകത്തൊരു വളർച്ചയുണ്ടെങ്കിൽ എന്തില് കുറ്റം കണ്ടെത്താം, എന്തില് കുറവ് കണ്ടെത്താം. ഇനിയിപ്പോ ജെസബേലിന്റെ സ്പിരിറ്റിനെങ്ങാനും ഇളകിപ്പോയി കഴിഞ്ഞാൽ അവര് കൊണ്ടുവന്ന 10 പേരെ കൂടെ കൊണ്ട് ഇറങ്ങിപ്പോകാം എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. ആള് വലിയ തലതൊട്ടപ്പനൊക്കെ ആയിരിക്കും, പക്ഷേ ദൈവവചന പ്രകാരമായി ഇപ്പോഴും അവർ ശിശുവായിരിക്കും. ഹല്ലേലൂയ. എന്തിൽ കുറ്റം കണ്ടെത്താം, എന്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കാം, എവിടെ ഒരു ക്രിറ്റിസിസം കൊണ്ടിടാം, എവിടെ ഒരു പഞ്ച് കൊടുക്കാം, നല്ലതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് തിന്മയായതിനെ എത്രത്തോളം ഇതൊക്കെ ജെസബേലിന്റെ സ്വഭാവമാണ്. വിഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കും, എല്ലാത്തിനെയും ചൂഴ്ന്നെടുത്തോണ്ട് വരും, വിഗ്രഹങ്ങളായിട്ട് കൊണ്ട് മുമ്പിൽ വെക്കും. അത് ഇത് മറ്റേത് മറിച്ചത് അത് വിഗ്രഹങ്ങളായിട്ട് കൊണ്ടുവന്ന് മുമ്പിൽ വെക്കും. നിന്റെ ശുശ്രൂഷയുടെ വേഗത കുറയ്ക്കാൻ ഇടവരരുത്.
യേശുവിന്റെ നാമത്തിൽ. എവിടെ ഉണർവുണ്ടോ, നിന്റെ മൂവ്മെന്റ്സിനെ തടയുന്ന അങ്ങനത്തെ ക്രിറ്റിസിസംസിനെ ശാസിക്കാൻ ഇന്ന് രാത്രി നിനക്ക് അഭിഷേകം ലഭിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചത് ദൈവമാണ്, നിന്നെ വിളിച്ചത് ജസബേൽ അല്ല. നിന്നെ അഭിഷേകം ചെയ്തത് ദൈവമാണ്, നിന്നെ അഭിഷേകം ചെയ്ത ആഹാബല്ല. നിനക്ക് അഭിഷേകവും അധികാരവും തന്നത് ആഹാബല്ല, ദൈവമാണ്. നിനക്ക് ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞത് ദൈവമാണ്, മനുഷ്യനല്ല. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. മൂവ്മെന്റ്സിനെ കുറയ്ക്കുന്ന സ്പിരിറ്റുകൾ ബ്രേക്ക് ചെയ്യുക. പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ നായ്ക്കളെ കൊണ്ട് ആ ഇസബേലിന്റെ സ്പിരിറ്റിനെ ചിതറിച്ച് കളഞ്ഞു. ആരെ കൊണ്ടാ ചവിട്ടിച്ചെന്നറിയാവോ? ആരെ കൊണ്ടാ ചവിട്ടിച്ചെന്നറിയാവോ? കുതിരയെ കൊണ്ട്. മനുഷ്യന് ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ടൊന്നും ഇല്ലപ്പാ, മനുഷ്യന് ഹാൻഡിൽ ചെയ്യാനൊന്നും ഇല്ല. മോളിൽ നിന്ന് ഷണ്ണന്മാര് തള്ളിയിട്ടു. തലമണ്ട, കൈപ്പത്തി, കാല്, ഉടല് എല്ലാം ചിതറിപ്പോയി. രക്തം കുതിരയുടെ മേൽ തെറിച്ചു. യേഹു ഒരു ചവിട്ടും കൊടുത്തിട്ട് അകത്ത് കയറി ഭക്ഷിച്ച് പാനം ചെയ്ത് പുറത്തിറങ്ങി വന്നപ്പോ കുതിരകളെല്ലാം കൂടെ ചവിട്ടി നാമാവശേഷമാക്കി ആ സ്ത്രീയെ ചിതറിച്ചു കളഞ്ഞു. എന്നതാ അപ്പൊ ചെയ്യേണ്ടേ? മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാനൊന്നുമില്ലപ്പാ. ഇസബേലിന്റെ സ്പിരിറ്റിനെ മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, പക്ഷെ മനുഷ്യൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. കുതിരയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മിണ്ടാപ്രാണിയായ കുതിരയുടെ ഇച്ചിരയും പോന്ന ആ കുളമ്പ് കൊണ്ട് ചവിട്ടി ചെതറിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യ, അഭിഷേകം കിടക്കുന്ന നിന്നെ കൊണ്ട് എത്രയധികം. നമ്മൾ അതിനെക്കുറിച്ച് വേദനിച്ചുകൊണ്ട് 5 പേര് പിരിഞ്ഞു പോയതിനെ കുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കേണ്ടതാണോ? 50,000-ങ്ങളെയും 5 ലക്ഷങ്ങളെയും മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടവരാണോ? ജെസബേലിന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ. ബാലിന്റെ വിഗ്രഹങ്ങളെ വിശ്വസിക്കുക, വിഗ്രഹാർപ്പിതം തിന്നുക, അതിലൂടെ സൗഖ്യമുണ്ടെന്ന് പ്രചരിപ്പിക്കുക. അവിടെ 10 ആഴ്ച പോയാൽ സൗഖ്യമുണ്ടെന്ന് പറയുക. ഇവിടെ പോയി 3 ദിവസം തമ്പടിച്ച് ടെന്റ് അടിച്ച് കിടന്നു കഴിഞ്ഞാൽ വിടുതലുണ്ടെന്ന് പ്രചരിപ്പിക്കുക. അവിടെ 3 വെള്ളിയാഴ്ച പോയാൽ സൗഖ്യമുണ്ടെന്ന് പറയുക. അവിടെ പോയി ബലി കൊടുത്താൽ പോയവർ മടങ്ങി വരുമെന്ന് പറയുക. അവിടെ പോയി യാഗം കഴിച്ചാൽ, അവിടെ കൊണ്ട് സ്തോത്ര കഴിച്ചു കൊടുത്താൽ, അവിടെ കൊണ്ട് പിടിപ്പണം വാരിയിട്ടാൽ, ഇവിടെ കൊണ്ട് അങ്ങനെ ചെയ്താൽ, അവിടെ പോയി ക്യാമ്പ് ചെയ്താൽ മറ്റത് കിട്ടും മറിച്ചത് കിട്ടും എന്ന് പറയുക. ഇതെല്ലാം ജെസബേൽ ടീച്ചിങ്സ് ആണ്. വേദപുസ്തകം പറയുന്നു, നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകത്തില്ല. ദാറ്റ്സ് ഓൾ. നേരുള്ളവർക്ക് ക്യാമ്പ് ചെയ്യുമ്പോഴല്ല വിടുതൽ. നേരുള്ളവർക്ക് അവന്റെ മുഖപ്രകാശ രക്ഷയാണ് വിടുതൽ. ഒരു കുതിരയ്ക്ക് ചാവിടി തെറിപ്പിക്കാനേ ഉള്ളൂ ഒരു ജെസബേൽ സ്പിരിറ്റ് എങ്കിൽ, നാമാവശേഷമാക്കി കളയാനേ ഉള്ളെങ്കിൽ അഭിഷേകമുള്ള നമുക്ക് എത്രയധികം. എല്ലാ കണ്ണുകളും അടയട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ആക്ഷേപവും തടസ്സവുമായി നിൽക്കുന്ന, നിങ്ങളുടെ നന്മയ്ക്ക് ആക്ഷേപവും തടസ്സവുമായി നിൽക്കുന്ന ജെസബേലിയ സ്പിരിറ്റുകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടിത്തെറിക്കട്ടെ. ഹേയ്, നിന്റെ വീടിനകത്താണോ അനാവശ്യമായ ഡോക്ട്രിൻസിനെ ചൊല്ലി തർക്കം? നിങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ അതൊക്കെ തകരട്ടെ. ആഹാബിന്റെ സീലെടുത്ത കളി, മുദ്ര മോതിരം എടുത്ത കളി, യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് മുദ്രയാണെങ്കിലും മുദ്ര മോതിരമാണെങ്കിലും. മറ്റുള്ള ഇസബേലിന്റെ കൈ കൊണ്ട് അത് എടുക്കാൻ സമ്മതിച്ചാൽ, ഇസബേലിന്റെ അടുത്ത് വാചകം അടിക്കാൻ പോയി നിന്നാൽ, ഇസബേലിന്റെ കൂടെ പോയിരുന്ന് കഥകൾ പറയാനിരുന്നാൽ, ഈ മുദ്രമോതിരം അവൾ എടുക്കുന്നത് നീ അറിയത്തില്ല. ഇസബേലിന്റെ ഡോക്ട്രിൻസിനോട് കൂടെ പോയി ചേർന്ന് കൊടുത്താൽ, ഹല്ലേലൂയ, ഈ അധികാരം നീ എഴുതിയതാന്ന് പറഞ്ഞ് എഴുതി ഒരു മുദ്രയടിക്കുന്ന നീ അറിയത്തില്ല. ഇസബേലിന്റെ പുരികമെഴുത്തും മുഖഭംഗിയും തലമുടി ചീകലും മിനുക്കലും കണ്ടിട്ട് മടിയിൽ കൊണ്ട് തല വെച്ചു കൊടുത്താൽ, തലമുടി വെട്ടിക്കൊണ്ടു പോകുന്നതല്ല ശിംശോനെ തല വെട്ടിക്കൊണ്ടു പോകുന്നത് പോലും നീ അറിയത്തില്ല. ഹല്ലേലൂയ. വികാരങ്ങൾക്ക് വിലങ്ങുകൾ ഇടുക, ഇമോഷൻസിന് ദൈവവചന പ്രകാരം വിലങ്ങുകൾ ഇടുക, ടെംപ്റ്റേഷൻസിന് വിലങ്ങുകൾ ഇടുക. ജെസബേൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെയാണ്. ലീഡർഷിപ്പ് കോളിംഗ് ഉള്ളവരെ, ലീഡർഷിപ്പ് അനോയിന്റിംഗ് ഉള്ളവരെ,
ലീഡർഷിപ്പിൽ പ്രയോജനപ്പെടുന്നവരെ, ദൈവവിളിയുള്ളവരെ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ പിശാച് നോട്ടമിടും. ഇസബേൽ നോട്ടമിടും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ, കേട്ടോ, ആത്മാർത്ഥമായി ചങ്കുപൊട്ടി കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഭയം കൊണ്ടുവരും. ഹൃദയത്തിനകത്ത് ഭയം കൊണ്ടുവരും. ജീവിതത്തിനകത്ത് ജെസബേൽ സ്പിരിറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ നിന്നെ വശീകരിക്കും. വശീകരിക്കുന്ന സ്പിരിറ്റാണ് ജെസബേൽ സ്പിരിറ്റ്. ഇതൊന്നും വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇങ്ങനെ ചിന്ത ഉണ്ടാക്കും. സൂക്ഷിച്ചോ, പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ ബന്ധനത്തിനകത്ത് നിന്നെ സ്വതന്ത്രമാക്കണമേ. ഒരുപക്ഷെ വീഡിയോയിൽ വരാൻ കഴിയുന്നവർ വീഡിയോയിലേക്ക് വരിക. വീഡിയോയിൽ വരാൻ കഴിയുന്നവർ വീഡിയോയിലേക്ക് വരിക. നിങ്ങൾ പോലും അറിയാതെ ജെസബേൽ നിങ്ങളുടെ വീടിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ അത് ബ്രേക്ക് ആകാനായി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ അത് ബ്രേക്ക് ആയി പോട്ടെ. ആ ജെസബേൽ സ്പിരിറ്റ്, ആ അഹാബ്യ സ്പിരിറ്റും ഒക്കെ ഇന്ന് രാത്രി ബ്രേക്കായി പോകണം. അഹാബിന്റെ മുദ്ര കൊണ്ട് ചെയ്തതൊക്കെ ഇന്ന് രാത്രി ബ്രേക്ക് ആകണം. ജെസബേലിന്റെ അനുയായികളിലൂടെ ചെയ്തതൊക്കെ ബ്രേക്ക് ആകണം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പോലെ നിന്റെ ആലയം കവർന്നെടുക്കാൻ ഇടവരരുത്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പോലെ നിന്റെ ശുശ്രൂഷ കവർന്നെടുക്കാൻ ഇടവരരുത്. ഒരു നാബോത്ത് മരിച്ചാലേ അവന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ കഴിയത്തുള്ളൂ. നീ മരിച്ചാലേ നിന്റെ ശുശ്രൂഷ കവരാൻ കഴിയത്തുള്ളൂ. അവന് ഉപയോഗിക്കാനല്ല, ഇല്ലായ്മ ചെയ്യാൻ. ആത്മീയമായി മരിച്ചു പോകരുത്, ആത്മീയമായി വീണു പോകരുത്, ആത്മീയമായി തളർന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ തളർന്നു പോകരുത്, വീണു പോകരുത്. നിന്റെ വീക്ക്നെസ്സുകളാണ് ജെസബേൽ ചൂഷണം ചെയ്യുന്നത്. നിന്റെ വീക്ക്നെസ്സുകളാണ് ജെസബേൽ ചൂഷണം ചെയ്യുന്നത്. ഒരു യേഹൂവിനെ പോലെ എടുത്ത് താഴെയിടതിനെ എന്ന് പറയാനുള്ള ഒരു ആർജവം ഇന്ന് രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ജെസബേൽ ടീച്ചിങ്സും പൊട്ടിപ്പോട്ടെ. Spirit of God, touch. Oh God, അഗ്നി 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 അഗ്നി. ദൈവത്തിന്റെ കരം 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 കരം. യേശുവിന്റെ നാമത്തിൽ ആ ടീച്ചിങ്സ് നിന്റെ വീടിനകത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ജെസബേലിന്റെ ടോക്സ് നിന്റെ വീടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ആ ജെസബേലിന്റെ ഫെയ്ത്ത് നിന്റെ ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ജെസബേലിന്റെ സ്പിരിറ്റ് നിന്റെ തലമുറകളുടെ മേൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ജെസബേലിന്റെ പ്രവൃത്തി, സെക്ഷൽ ഇമ്മോറാലിറ്റി നിന്റെ തലമുറകളുടെ മേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിന്റെ സകല സ്ട്രോങ് ഹോൾസും ക്യാൻസൽ ചെയ്യുന്നു. ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിനകത്തും ഉണ്ടത്. ഈ രണ്ട് ഗ്രൂപ്പിനകത്തും ഉണ്ട്. തലമുറകളുടെ മേൽ പോലും ആ ജെസബേൽ സ്പിരിറ്റ് കൊണ്ട് വ്യാപരിപ്പിക്കുന്ന സകല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. വിടുതൽ 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 വിടുതൽ. ഈ ജെസബേൽ നിന്റെ ഭർത്താവിലാണ് വാദിക്കുന്നതെങ്കിൽ, ഈ ജെസബേൽ നിന്റെ അമ്മായിയമ്മയിലാണ് വാദിക്കുന്നതെങ്കിൽ, ഈ ജെസബേൽ നിന്റെ അമ്മായിയപ്പനിലാണ് വാദിക്കുന്നതെങ്കിൽ, ഈ ജെസബേൽ നിന്റെ അയൽവാസിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ ജെസബേൽ നിന്റെ സഭയ്ക്കകത്താണുള്ളതെങ്കിൽ, ഈ ജെസബേൽ ഭാര്യയിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ ജെസബേൽ വിശ്വാസ രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ വാളതിനെ വെട്ടുകയാണ്. നിന്റെ മൂവ്മെന്റ്സ് തടയുന്നുണ്ടോ? വിശ്വാസം കുറയുന്നുണ്ടോ? ജെസബേൽ സ്പിരിറ്റിന്റെ അറ്റാക്ക് ആണ്. നിങ്ങളുടെ ഫെയ്ത്ത് തടയുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ കയറി വരും. നിങ്ങൾ വിശ്വാസത്തിൽ കയറി വരും. തള്ളിയിടത്തക്ക തരത്തിൽ ജെസബേൽ തോട്ട്സും നിന്റെ തലക്കകത്ത് വന്ന്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനല്ലല്ലോ, ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയതെന്താ, അങ്ങനെ പോയെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നതെന്താ, പിന്നെന്താ വീണ്ടും ഇങ്ങനെ, പിന്നെന്താ വീണ്ടും എങ്ങനെ, അങ്ങനെയാണെങ്കിൽ പിന്നെന്താ 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 പിന്നെന്താ. ഈ ചോദ്യം, സംശയങ്ങൾ, ദുർസംശയങ്ങൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിഹൈൻഡ് ദ സ്ക്രീൻ നിൽക്കുന്ന ആ ജെസബേലിന്റെ സകല വ്യാപാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ.
മൂവ്മെന്റ്സ് കുറയ്ക്കാനാ, ഫെയ്ത്ത് കുറയ്ക്കാനാ, ഉണർവ് കുറയ്ക്കാനാ, വിശ്വാസത്തിന്റെ ആർജവം കുറയ്ക്കാനാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പ്രവാചക ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ വീഴ്ത്തുന്ന സകല ദുഷ്ട പൈശാചിക ശക്തികളും ക്യാൻസൽ ആകട്ടെ. വിശ്വാസത്തിൽ നിൽക്കുന്ന സകല സ്പിരിറ്റുകളും, വിശ്വാസത്തിൽ നിൽക്കുന്നവരെ തള്ളിയിടുന്ന, വിശ്വാസത്തിൽ നിൽക്കുന്നവരെ താഴ്ത്തി കളയുന്ന, വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ലീഡർഷിപ്പിൽ നിൽക്കുന്ന, ചർച്ച് മിനിസ്ട്രിയിൽ നിൽക്കുന്ന, പ്രയർ ലൈഫിൽ നിൽക്കുന്ന, വർഷിപ്പ് ടീമിൽ നിൽക്കുന്ന എല്ലാറ്റിന്റെയും ആർജവം കുറയ്ക്കുന്ന, എല്ലാത്തിന്റെയും ആർജവം കുറയ്ക്കുന്ന, വിശുദ്ധി കുറയ്ക്കുന്ന, വേർപാട് കുറയ്ക്കുന്ന, പ്രാർത്ഥന കുറയ്ക്കുന്ന സകല ദുഷ്ടതന്ത്രങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പൊട്ടിപ്പോ. പാപത്തിന്റെ ചങ്ങല പൊട്ടുകയാണ് ഈ സമയം. പാപത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. പാപത്തിന്റെ ചങ്ങല പൊട്ടുകയാണ് ഈ സമയം. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്വീകരിച്ച് പാപത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്നെ കാണുന്ന ഓരോ വ്യക്തികളിലും വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബ്യൂല ആന്റി അങ്കിളിന്റെ മേൽ, അന്നമാൻഡിയുടെ മേൽ, റാണി ജോണിന്റെ മേൽ, മൃദുലയുടെ മേൽ, പ്രസന്ന സിസ്റ്ററിന്റെ മേൽ, സ്മിത സിസ്റ്ററിന്റെ മേൽ, ഷേർലി യോബിന്റെ മേൽ, തനു സിസ്റ്ററിന്റെ മേൽ, എല്ലാവരുടെ മേലും മോണി ജേക്കബ് ശക്തി വ്യാപരിക്കട്ടെ. ശക്തി, 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 ശക്തി. ജെസബേലി അറ്റാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രി യൂട്യൂബിൽ കാണുന്ന ഓരോ വ്യക്തികളെയും, ബിന്ദു എസ്, ജയ ശശി, ഗിരിജ വിൻസെന്റ്, നിഷ രാജേഷ്, ലാലമ്മ മൗലി, സീനാദാസ്, ബ്രസിലാൽ, ഓരോ വ്യക്തികളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ പപ്പാ സൗഖ്യം വ്യാപരിക്കട്ടെ. ശ്രീദേവി അശോകൻ, എലിസബത്ത് റജി, പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ഇവരുടെ റോയ് ശമുവേൽ, യാസ്മിൻ, ഇവരുടെ എല്ലാം മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതങ്ങളിൽ വാഴുന്ന, വാദിക്കുന്ന സകല ജെസബേൽ സ്പിരിറ്റുകളും, സകല ആഹാബി ശക്തികളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോട്ടെ. ഉണർവിന് തടസ്സമായി നിൽക്കുന്ന, വിടുതലിന് തടസ്സമായി നിൽക്കുന്ന, നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല 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 അന്ധകാരത്തിന്റെ ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കേട്ടടങ്ങട്ടെ. ഉണർവിന് തടസ്സമായി നിൽക്കുന്ന, വിടുതലിന് തടസ്സമായി നിൽക്കുന്ന, ഗ്രൂപ്പിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പുതിയ ആത്മാക്കളുടെ പ്രവേശനത്തിനും തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര സൈന്യത്തെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഒരു ഏലിയാവിന്റെ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിച്ച ദൈവം, ഒരു ഏലിയാവിന്റെ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിച്ച ദൈവം. ഏലിയാവ് പറയാതെ ആ ദേശത്ത് മഞ്ഞും പെയ്തില്ല, മഴയും പെയ്തില്ല. ഏലിയാവ് പറഞ്ഞപ്പോ ആഹാബിനെയും ഇസബേലിനെയും ദൈവം തൊടാതെയും ഇരുന്നില്ല. ഇന്ന് നീ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതിന് നേരെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പ്രതികരിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തോട് പ്രതികരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന വ്യക്തിയായി തീരും. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തടുത്ത് പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ കഴിയാത്തത് റിവീൽ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ചില ബന്ധങ്ങളിൽ നമുക്കെല്ലാം റിവീൽ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. ചില ബന്ധങ്ങളിൽ നമുക്കെല്ലാം ക്ലാരിറ്റി വരുത്തി കൊടുക്കാനും കഴിയില്ല. പക്ഷേ നമ്മുടെ നിസ്സഹായതയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്ന് ആ ദൈവത്തോട് പറഞ്ഞേ, ദൈവമേ, അങ്ങ് അതവിടെ റിവീൽ ചെയ്ത് കൊടുക്കണേ, അങ്ങ് അതവിടെ വെളിപ്പെടുത്തി കൊടുക്കണേ,
അങ്ങ് അതവിടെ അറിയിച്ചു കൊടുക്കണേ. ഒന്ന് പറഞ്ഞേ, നമ്മുടെ നിസ്സഹായതയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വില തരാത്ത വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് ചിലത് വെളിപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. നമുക്ക് വില തരാത്ത വ്യക്തികളുടെ മുമ്പിൽ ചിലത് പറഞ്ഞ് വെളിപ്പെടുത്തുക, സമർത്ഥിക്കുക, തെളിയിക്കുക ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഇന്ന് രാത്രി കരത്തിലോട്ടൊന്ന് കൊടുത്തേ. അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസബേലിന്റെ അവസ്ഥയെക്കുറിച്ച് ഏലിയാവ് പ്രവചിച്ചു കേട്ടപ്പോ ആഹാബിനെ ഇരുത്തി ഒന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോ ആഹാബിന്റെ ശരീരത്തിൽ രാജവസ്ത്രമില്ല, മേല് മുഴുവൻ രട്ട് പൊതിഞ്ഞ് പുള്ളിക്കാരൻ ഭക്ഷണവും പാനീയവും ഉപേക്ഷിച്ച് പുള്ളിക്കാരന്റെ നടത്തത്തിന്റെ വേഗത പോലും കുറഞ്ഞ് സാവധാനതയിൽ നടന്നു എന്ന വചനം പറയുന്നു. നിന്റെ മൂവ്മെന്റ്സ് കുറയ്ക്കുന്നതിന്റെ മൂവ്മെന്റ്സിനെ ബന്ധിക്കുന്ന ദൈവമാണ്. നിന്റെ ആത്മീയ ചലനങ്ങളെ ബന്ധിക്കുന്ന ഒരു ദൈവമാണ്. ആഹാബിന്റെ വേഗതയും ആഹാബിന്റെ രഥത്തിന്റെ വേഗതയൊക്കെ അങ്ങ് പോയി ദൂത് വെളിപ്പെട്ടപ്പോ വചനം പറയുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 21 അധ്യായം വചനം പറയുക, ആഹാബ് സാവധാനതയിൽ നടന്നു, രട്ടുടുത്തു. നിന്റെ പുറകെ പിടിക്കാൻ കഴിയത്തില്ല കേട്ടോ. ചില ദൂത് പിടിച്ചു കഴിഞ്ഞ, ചില ദൂത് പറഞ്ഞു കഴിഞ്ഞ നിന്റെ വിശ്വാസത്തിന്റെ പുറകെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ പുള്ളിക്ക്. നിന്റെ പ്രാർത്ഥനയുടെ വേഗതയ്ക്ക് പുള്ളിക്ക് ഓടിയെത്താൻ പറ്റത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൂത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോ ആഹാബിന്റെ രാജവസ്ത്രവും പോയി, ഡോക്ട്രിൻസും പോയി, ബാലും പോയി, അശേരാപ്രതിഷ്ഠയും പോയി, സകലത്തെയും തകർക്കുന്ന ഒരു പ്രവചന ശബ്ദമായിരുന്നു പ്രാർത്ഥിക്കുന്നവന്റെ വായിന്ന് പുറപ്പെട്ടത്. ഗ്ലോറി ടു ജീസസ്. വചനം പറയുന്നു, ആഹാബിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അയ്യോ, എന്റെ ഇസബേലിന്റെ കാലം കഴിയാറായോ എന്ന്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. നീ വിശ്വസിക്കുന്ന കുഞ്ഞെ, നിനക്ക് വേണ്ടി ഇറങ്ങുന്നൊരു ദൈവമുണ്ട്. നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ജോലി സ്ഥലത്ത് ഇറങ്ങി വന്ന് നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. നിന്റെ ബോസിനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇന്റർവ്യൂവറോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ജഡ്ജിയോട്, ന്യായപാലകനോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അധികാരികളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇസബേലിയ പ്രവർത്തികളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പിതാവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് തന്നത് ഞാൻ ഈ ജനത്തോട് പറഞ്ഞു. ഒത്തിരിയും ഇനിയും പറയാനുണ്ട്. പക്ഷേ ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടത് അധികം മുറുകെ പിടിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളെ അറിയിച്ച ഈ വലിയ ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും വ്യത്യാസവുമായി മാറട്ടെ. ഞങ്ങളുടെ മൂവ്മെന്റ്സിനെ തടയുന്ന, ഞങ്ങളുടെ ഫെയ്ത്തിനെ തടയുന്ന, ഞങ്ങളുടെ ദൈവവചനത്തെ തടയുന്ന കർത്താവേ, എല്ലാ ജസബേൽ സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഈ കേട്ട വചനത്താൽ ഞങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. വിടുതൽ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.